നമസ്തേ. ഓപ്പറേഷൻ സിന്ദൂറിൽ നടുവൊടിഞ്ഞിട്ടും ഭീകരവാദത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പാകിസ്ഥാൻ. ഏറ്റുമുട്ടലിൽ ചത്തുമലച്ച ഭീകരരുടെ കുടുംബങ്ങൾക്ക് 100 കോടി രൂപ ധനസഹായം നൽകും. തകർന്നടിഞ്ഞ ഭീകരരുടെ താവളങ്ങൾ പുനർനിർമ്മിക്കാനും കോടികളുടെ സഹായം. സാമ്പത്തികമായും സൈനികമായും തകർന്നടിഞ്ഞ പാകിസ്ഥാന് അനുവദിക്കപ്പെട്ട IMF ഫണ്ട് അവരുടെ അടിത്തൂണിളക്കിയ ഭീകരവാദം കെട്ടിപ്പടുക്കാനാണോ ചെലവഴിക്കുക? ആഗോള ഭീകരവാദത്തിൻ്റെ തലസ്ഥാനം തകർത്ത് തരിപ്പണമാക്കിയിട്ടും പാകിസ്ഥാൻ പഠിക്കുന്നില്ല എന്നത് അവരുടെ സർവനാശത്തിന് തന്നെ വഴി തുറക്കില്ലേ? അതിനിടെ ഭാരതവും പാകിസ്ഥാനും വെടിനിർത്തൽ ധാരണയിലെത്തിയത് അമേരിക്കയുടെ ഇടപെടൽ മൂലമാണെന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ വീരവാദം വെറും വെടിപറച്ചിൽ മാത്രമാണോ? നമുക്ക് ചർച്ച ചെയ്യാം. ബ്രിഗേഡിയർ സനൽകുമാർ, വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ്, സാമൂഹ്യ നിരീക്ഷകനും ചരിത്രാധ്യാപകനുമായ AM ഷിനാസ്, കോൺഗ്രസ് വക്താവ് അഡ്വക്കേറ്റ് സേനാപതി വേണു എന്നിവ ചേരുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും. ബ്രിഗേഡിയർ സനൽകുമാർ, ഭീകരവാദമാണ് ഞങ്ങളുടെ ജീവവായു എന്ന് പാകിസ്ഥാൻ ഒരിക്കൽ കൂടി തെളിയിക്കുകയല്ലേ? അവരുടെ ഭീകരവാദികൾക്കും അവരുടെ കുടുംബങ്ങൾക്കുമായി കോടികൾ വാരിയെറിയുക വഴി. ഭീകരവാദം അവരുടെ ഡിക്ലെയർഡ് പോളിസിയാണ്, പുതിയ കാര്യമല്ല. ഇന്നല്ല, കുറേ കാലമായിട്ട്, ഇത് ഒരു 30-35 വർഷമായിട്ട് സിയാഉൽ ഹക്കിൻ്റെ സമയം മുതലേ ഭീകരവാദം അവർ ഫോർമലായിട്ട് തന്നെ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളൊരു പോളിസിയാണ്. അതിൽ വ്യത്യാസമുള്ളതായിട്ട് നമുക്കറിയില്ല. അത് അടുത്ത കാലത്തൊന്നും ഇത് വ്യത്യാസം ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല. കാരണം അവരുടെ കംപ്ലീറ്റ് പവർ സ്ട്രക്ചർ, ഇൻറ്റേർണൽ പൊളിറ്റിക്കൽ പവർ സ്ട്രക്ചർ അതുമായിട്ട് വളരെ ഇഴുകിച്ചേർന്നുള്ളൊരു സിറ്റുവേഷനാണ്. അവരുടെ നേതാക്കളും പൊളിറ്റിക്കൽ നേതാക്കളും മിലിറ്ററി നേതാക്കളും ബ്യൂറോക്രാറ്റ്സും എല്ലാവരും ഇതേ നെറ്റ്വർക്കിൽ, ഇതേ സ്പൈഡേഴ്സ് വെബിൽ കുടുങ്ങിയിരിക്കുന്ന ഓരോരുത്തരാണ്. അതിൽ നിന്ന് അവർക്കൊരു മുഴുവനോടെ അഴിച്ചു പണിയാതെ അതൊരു സിറ്റുവേഷൻ മാറും എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയപ്പോൾ നമ്മൾ ടെററിസം ഇല്ലാതാക്കും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് വെക്കാൻ പാടില്ല. നമുക്ക് ചെയ്യാവുന്ന, നമുക്കതിലൊരു ഡോമിനേഷൻ ഉണ്ടാകും. നമുക്ക് അവരുടെ ഓരോ സമയവും എന്തെങ്കിലും അവരെ അറ്റംപ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ടെററിസ്റ്റ് ആക്ടിവിറ്റി ഇന്ത്യക്കകത്ത് അവർ ഭീകരവാദ ആക്ടിവിറ്റി എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ കടുത്ത മറുപടി തന്നെ കൊടുക്കും. യുദ്ധകാലം ചെയ്യുന്ന പോലത്തെ മറുപടി കൊടുക്കും എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നതും അതാണ് ഇഫക്റ്റീവ് ആകാൻ പോകുന്നതെന്നാണ് എൻ്റെ പക്ഷം. ബ്രിഗേഡിയർ, ഭീകരവാദം പ്രഖ്യാപിത നയമാണ് പാകിസ്ഥാൻ്റെ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അതവർ തുറന്ന് സമ്മതിക്കാറില്ല. ഓപ്പറേഷൻ സിന്ദൂരിലൂടെ അനാവൃതമായിട്ടുള്ളൊരു കാര്യം, പാകിസ്ഥാന് ഭീകരവാദം ഇല്ലാതെ, ഭീകരർ ഇല്ലാതെ അവർക്ക് 1 ഇഞ്ച് പോലും മുന്നോട്ട് പോകാനാവില്ല എന്ന് തന്നെയല്ലേ? ഇപ്പോഴും അവർ സമ്മതിക്കുന്നില്ല. ഇപ്പോൾ അവരുടെ ഫോറിൻ മിനിസ്റ്ററും അവരുടെ ഡിഫൻസ് മിനിസ്റ്ററും പറഞ്ഞ ഞങ്ങളുടെ പാകിസ്ഥാനിൽ ടെററിസ്റ്റ് ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. സ്റ്റേറ്റ്മെൻറ്റ്, TV സ്റ്റേറ്റ്മെൻറ്റ്സിൽ പറയുന്നതാണ്. ഒരു കണക്കിന് പ്യുവർ തിയറി വെച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് പാകിസ്ഥാനിൽ ഉള്ള ടെററിസ്റ്റ് പാകിസ്ഥാനിൽ ഇരിക്കുന്നിടത്തോളം കാലം മദ്രസ വിദ്യാർത്ഥികളും മദ്രസ അധ്യാപകന്മാരും മതാധ്യാപകന്മാരുമാണ്. പക്ഷേ അവരെ സെലക്ട് ചെയ്ത് ഇൻഡോക്ട്രിനേറ്റ് ചെയ്ത് ആയുധങ്ങൾ കൊടുത്ത് കശ്മീരിലേക്ക് പറഞ്ഞയക്കുമ്പോഴാണ് അവർ ആ ടെററിസം ചെയ്യുന്നത്. അതുവരെ അവർ സിവിലിയൻസ് ആണ്. സോ ടെക്നിക്കലി ഇതൊക്കെ നമുക്ക് ഐഡൻറ്റിഫിക്കേഷൻ പറയാമെങ്കിലും അവരിപ്പോഴും അത് പോളിസി അംഗീകരിക്കില്ല. ഞങ്ങൾ ടെററിസം ബേസ്ഡ് ആണ് ഞങ്ങളുടെ ഡിഫൻസ് എന്ന്, ഞങ്ങൾ പാകിസ്ഥാനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ടെററിസം കൊണ്ടാണ് എന്ന് അവർ അഡ്മിറ്റ് ചെയ്താൽ അവരുടെ ലീഡർഷിപ്പ്, പൊളിറ്റിക്കൽ, ബ്യൂറോക്രാറ്റിക്, സിവിൽ ആൻഡ് മിലിറ്ററി ലീഡർഷിപ്പിന് അവർക്കൊരു എക്സിസ്റ്റൻസിനൊരു കാരണമില്ലാതെ വരും. അവരെന്താണ് ചെയ്യുന്നത്? അല്ലെങ്കിൽ
ഇന്നും പാകിസ്ഥാനി സിവിലിയൻസ് ഇന്ന് ഇപ്പം പ്രത്യേകിച്ച് ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഇടയ്ക്കാകുമ്പോൾ സിവിലിയൻസ് ചോദിക്കുന്നത്, വെളിയിലുള്ള പാകിസ്ഥാനികളും ഇൻ്റർനെറ്റ് ബേസ്ഡ് ആയിട്ടുള്ള പല ചാനൽസും പാകിസ്ഥാനികൾ തന്നെ ചോദിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു എന്നാണ്. ആ ചോദ്യം ഒരു ലിമിറ്റ് വന്നു കഴിയുമ്പോൾ ഇവർക്ക് മാനേജ് ചെയ്യാൻ പറ്റാതെ വരും. പൊളിറ്റിക്കൽ ആയിട്ട് അവർക്കത് മാനേജ് ചെയ്യാൻ പറ്റാതെ വരും എന്നുള്ളത് കൊണ്ടാണ് അവർ ടെററിസം ഇല്ല എന്നുള്ള ലെവലിലാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. അവർക്കത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഒഫീഷ്യലി അവർ ടെററിസം ഇല്ല എന്ന് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഇതിപ്പം മദ്രസയിലും ഞങ്ങളുടെ എഡ്യൂക്കേഷണൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സിലും ഇന്ത്യ കയറി ആക്രമിച്ചതിനുള്ള സപ്പോർട്ടായിട്ടാണ് അവരത് പറയാൻ പോകുന്നത്. ഓക്കെ, ഡോക്ടർ മോഹൻ വർഗീസ്, ഭീകരവാദികളോട് സന്ധിയില്ലെന്ന് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ രാജ്യത്തെ അഭിസംബോധന ചെയ്തപ്പോഴും ഇന്ന് സൈനിക ക്യാമ്പിലെത്തി സൈനികരോട് നന്ദി പ്രകാശിപ്പിച്ച് സംസാരിച്ചപ്പോഴും ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നു, ഇനിയൊരു ഭീകരാക്രമണം ഉണ്ടായാൽ ഭാരതം അത് യുദ്ധമായി കരുതിയാവും തിരിച്ചടിക്കുക എന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂരിലൂടെ ഭാരതം ലോകത്തോട് വിളിച്ചു പറഞ്ഞത് രാജ്യത്തിൻ്റെ സമാധാനം തകർക്കുന്ന ശക്തികൾ ആരായാലും അവരുടെ വീട്ടിൽ കയറി കൊല്ലും എന്നാണ്. അതിൽ മറിച്ചൊരു ചിന്തയില്ല. അതാണ് ഞങ്ങളുടെ നയം. ആ നയം നടപ്പാക്കാനുള്ള കെൽപ്പും കരുത്തും ഭാരതത്തിന് ഉണ്ടെന്നും ഓപ്പറേഷൻ സിന്ദൂരിലൂടെ തെളിയിച്ചിരിക്കുന്നു. ഇതൊക്കെ ആയിട്ടും പാകിസ്ഥാൻ ഭീകരവാദവുമായി മുന്നോട്ട് പോകണമെങ്കിൽ അവർക്ക് അതില്ലാതൊരു നിലനിൽപ്പ് ഇല്ല എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? അങ്ങനെയാണ് നമ്മളതിനെ ഡീസൈഫർ ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പാകിസ്ഥാൻ്റെ DNA-യിൽ ഡീപ്ലി എംബഡഡ് ആണ് ഇന്ത്യ വിരോധം. അതുപോലെ തന്നെ ഒരു ചെറിയ കുട്ടി പാകിസ്ഥാനിൽ ജനിച്ച് വീഴുമ്പോൾ തന്നെ ആ കുട്ടിയെ പറഞ്ഞു പഠിപ്പിക്കുന്നത് കാശ്മീർ പാകിസ്ഥാൻ്റെ അവിഭാജ്യ ഘടകമാണ്, ഭാഗമാണ്. നമ്മുടെ ദൗത്യം തന്നെ, പാകിസ്ഥാൻ്റെ നിലനിൽപ്പ് തന്നെ കാശ്മീരിനെ ആശ്രയിച്ചാണ്. കാശ്മീർ നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ പിടിച്ചെടുക്കും. ഈ ഒരു വീരവാദത്തിലാണ്, അല്ലെങ്കിൽ ഈ ഒരു നറേറ്റീവിലാണ് ഒരു തലമുറ തന്നെ വളരുന്നത്. മദ്രസ പഠനം നിർവഹിക്കുന്ന കുട്ടികൾ, സാധാരണക്കാർ, അവിടുത്തെ മാധ്യമങ്ങൾ നിരന്തരം ഈ ഒരു റെറ്ററിക്കിലാണ് അവർ വളരുന്നത് തന്നെ. അതുകൊണ്ടാണ് പാകിസ്ഥാൻ്റെ DNA-യുടെ ഭാഗമാണ്. ഓരോ രാഷ്ട്രീയ കക്ഷിയും മുന്നോട്ട് പോകുന്നത് ഏറ്റവും തീവ്രമായ ഇന്ത്യ വികാരം ആരാണോ ആളിക്കത്തിക്കുന്നത് അവർക്കാണ് വോട്ട്. അത് രാഷ്ട്രീയ കക്ഷികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കാശ്മീർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്കാണ് അംഗീകാരം. പക്ഷേ ഒരു കാര്യത്തിൽ ഈ കഴിഞ്ഞ ഒരു 2 ആഴ്ച സമയം, അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു മാസം പാകിസ്ഥാൻ്റെ ഒരു ഇൻ്റലിജൻറ്റ് ക്ലാസ് ഉണ്ട്, ഒരു ഇൻ്റലക്ച്വൽ ക്ലാസ് ഉണ്ട്. അവർ മാറി ചിന്തിക്കുന്നു എന്നതിൻ്റെ ഏർലി സൂചന നമുക്ക് ലഭിക്കുന്നു. അത് ഈ ആക്രമണം, ഇന്ത്യയുടെ ആക്രമണം മാത്രം കൊണ്ടല്ല, തീവ്രവാദികളൊരു ബാധ്യതയാകുന്നു എന്ന തോന്നൽ, അത് പ്രത്യേകിച്ചും ഖൈബർ പഖ്തൂൺഖ മേഖലയിലെ പത്താൻമാർക്ക് അത് തോന്നി തുടങ്ങി. അതുകൊണ്ടാണ് അവർ തെരുവിലിറങ്ങിയത്. പാകിസ്ഥാൻ്റെ രാഷ്ട്രീയ പ്രക്രിയ പൂർണ്ണമായി സ്തംഭിച്ചിരിക്കുന്നു. അവിടെ ഒരു ഡെമോക്രാറ്റിക്കലി ഇലക്റ്റഡ് ഗവൺമെൻറ് ആണെന്ന് തോന്നാമെങ്കിലും അങ്ങനെയല്ല. രാഷ്ട്രീയ വിധി അട്ടിമറിക്കപ്പെട്ടു. നമ്മുടെ ഏറ്റവും പോപ്പുലർ പൊളിറ്റീഷ്യൻ ഇമ്രാൻഖാനാണ്. ഇമ്രാൻഖാൻ്റെ പാർട്ടിയും പാക് തെഹ്രീക്ക് ഇൻസാഫ് പാർട്ടിയും ഇന്ത്യ വിരോധത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ നവാസ് ഷെരീഫിൻ്റെ പാർട്ടി, അല്ലെങ്കിൽ ഷഹബാസ് ഷെരീഫ് എന്ന പ്രധാനമന്ത്രിയുടെ പാർട്ടി മുസ്ലിം ലീഗ്, അതുപോലെ ബെനസീർ ഭൂട്ടോയുടെ മകൻ ബിലാവൽ ഭൂട്ടോയുടെയും പാർട്ടി PPP, ഇതെല്ലാം തന്നെ ചേർന്ന ഒരു അവിയൽ മുന്നണിയാണ് ഇവിടെ ഭരിക്കുന്നത്. സൈന്യം നിയന്ത്രിക്കുകയും ചെയ്യുന്നു. അപ്പോൾ സൈന്യം നിയന്ത്രിക്കുന്നു, ഒരു പാവ സർക്കാർ ഭരിക്കുന്നു, ജനങ്ങളെ ഇൻഡോക്ട്രിനേറ്റ് ചെയ്യുന്നു. തീവ്രവാദികൾ പാകിസ്ഥാനിൽ ഇല്ല എന്നാണ് അവരെ പഠിപ്പിച്ചിരിക്കുന്നത്. അവർ തീവ്രവാദികളല്ല, അവർ ഫ്രീഡം ഫൈറ്റേഴ്സാണ്, മുജാഹിദീനുകളാണ്. അവരേറ്റവും നല്ല, നമ്മൾ ഏറ്റവും ആഗ്രഹിക്കുന്ന കോസിന് വേണ്ടി പടപൊരുതുന്നവരാണ്. അവർ ഭീകരരേ അല്ല, അവർ സമാധാനവാദികളാണ്. അവർ കാശ്മീർ നമ്മളോടൊപ്പം ചേർക്കുന്നതിന് വേണ്ടി അക്ഷീണം പ്രയത്നിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വൺ മാൻസ് ടെററിസ്റ്റ് ഈസ് അനദർ മാൻസ് ഫ്രീഡം ഫൈറ്റർ. ഇതാണ് പാകിസ്ഥാൻ്റെ വിശ്വാസ പ്രമാണം, പാകിസ്ഥാൻ്റെ ജീവശ്വാസം. അതാണ് ഞാൻ DNA ആണെന്ന് പറഞ്ഞത്. ഇത് മാറണമെങ്കിൽ 2-3 രീതിയിൽ മാറാം. ഇപ്പം നമ്മൾ സാമം ഭേദം ദണ്ണം എന്നൊക്കെ പറയുമല്ലോ. അപ്പം സാമത്തിനൊന്നും വലിയ മാർക്കറ്റില്ല.
പിന്നെ അപ്പം ഭേദ്യം ചെയ്യാൻ ചോദ്യം ചെയ്യാനൊക്കെ ആരാ വളർന്നത്? ഐക്യരാഷ്ട്ര സംഘടനയൊക്കെ പല്ല് കൊടിഞ്ഞ സിംഹമാണ്. അമേരിക്ക വന്ന് ചോദ്യം ചെയ്യത്തൊന്നുമില്ല. കാരണം അവർക്ക് കച്ചവടമാണ്. ട്രംപ് എത്രയോ പ്രാവശ്യം പറഞ്ഞു ഞങ്ങൾക്ക് കച്ചവടമാണ്. ട്രംപ് പറഞ്ഞത് എന്താ? പാകിസ്ഥാനെയും ഇന്ത്യയും ഞാൻ കച്ചവടം കാണിച്ചൊന്ന് വിരട്ടി. അവർ പേടിച്ച് അച്ചായ ഞങ്ങളെ രക്ഷിക്കണം, ഞങ്ങൾ തമ്മിൽ വെടിനിർത്തൽ കരാർ ഒപ്പിടാൻ തയ്യാറാണ്, ഞങ്ങൾക്ക് അമേരിക്കയുമായിട്ട് കച്ചവടം ചെയ്തേ പറ്റൂ. ഇതൊക്കെ വിടുവായിത്തം പറയുന്നതല്ലേ? ഇതാണ് ആ ട്രംപിൻ്റെ ഒരു വലിയ വായിലെ വർത്താനം എന്നതിൽ കവിഞ്ഞ വലിയ അർത്ഥമില്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ട്രേഡ് ആയുധ കച്ചവടമാകട്ടെ മറ്റു കച്ചവടമാകട്ടെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അവർ ഒന്ന് ചോദ്യം ചെയ്യാനോ അല്ലയോ പാകിസ്ഥാൻ നിങ്ങൾ കാട്ടുന്നത് എത്ര മ്ലേച്ഛം എന്ന് പറയാനോ ഐക്യരാഷ്ട്ര സംഘടനയുടെ സമിതികൾ, പ്രത്യേകിച്ചും ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് മുതലായ ഫണ്ട് ഡിസ്പേഴ്സിങ് ഏജൻസീസ്, അമേരിക്കയ്ക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സ്റ്റേക്ക് എന്ന് ഓർക്കണം. സിംഗിൾ ലാർജസ്റ്റ് ഫണ്ട് ഗിവർ ഈസ് അമേരിക്ക. ചൈന വലിയൊരു ശക്തിയാണ്. യൂറോപ്യൻ യൂണിയനിലെ പല രാജ്യങ്ങളും വലിയ തോതിൽ ഡോണേഴ്സാണ്. ഇന്ത്യയുടെ സ്റ്റേക്ക് കേവലം 2.5% IMF-ൽ. അതുകൊണ്ട് ഇന്ത്യ പറഞ്ഞാലൊന്നും IMF വേണ്ടാന്ന് വെക്കില്ല. അപ്പം പാകിസ്ഥാനെ പറഞ്ഞ് നേരെയാക്കാൻ ലോകരാജ്യങ്ങൾ ശ്രമിക്കും. ആഗോള ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ അവരൊക്കെ ഇന്ത്യയുടെ പിന്നിൽ അണിനിരക്കും എന്നൊക്കെ പറയാമെന്നല്ലാതെ നടന്നു വരില്ല എന്ന യാഥാർത്ഥ്യ ബോധം ഇന്ത്യക്കുണ്ട്. ഒന്ന് ഇടപെട്ട് ചോദിച്ചോട്ടെ, ഈ ഒരു ക്രിട്ടിക്കൽ ജങ്ചറിൽ ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പ്രത്യക്ഷത്തിലൊരു യുദ്ധത്തിലേക്ക് പോകും എന്ന് പോലും അല്ലേ എല്ലാവരും സംശയിച്ചു. അതെ അതെ. അങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ IMF ഏകദേശം 8,500 കോടി അല്ലേ, 8,500 കോടി രൂപയാണ് പാകിസ്ഥാന് കൊടുത്തിരിക്കുന്നത്. $1 billion. യെസ്. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിലുള്ള ചേതോവികാരം എന്തായിരിക്കും? അത് അമേരിക്കയുടെ ഇടപെടലാണോ? അത് തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചു വന്നത്. അമേരിക്കയ്ക്ക് ഒരു രാജ്യവും അനഭിമതമല്ല. കച്ചവടം നടക്കണം. പ്രത്യേകിച്ച് ട്രംപ് പ്രസിഡൻ്റായിരിക്കുമ്പോൾ അവരുടെ പാരഡൈം എന്ന് പറയുന്നത് ഒരു ട്രേഡ് കച്ചവട വ്യാപാര ഓപ്പർച്യൂണിറ്റി എന്നതല്ലാതെ മൂല്യങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല. അത് അമേരിക്ക മാത്രമല്ല, മിക്ക ലോകരാജ്യങ്ങളും അങ്ങനെയാണ്. പക്ഷേ അമേരിക്കയ്ക്കെതിരെ വരുന്ന ഭീകരതയെ ചെറുക്കാൻ ലോകരാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കണം. പക്ഷേ ഇന്ത്യക്കെതിരെയുള്ള ഭീകരത അത് അവർ ചെറുത്തുകൊള്ളും. അപ്പം പാകിസ്ഥാൻ ഭീകരരാജ്യമാണ്. പാകിസ്ഥാൻ ഭീകരർക്ക് ഫണ്ട് ചെയ്യുകയാണ്. IMF ഉൾപ്പെടെ ലോൺ ഗിവിങ് ഏജൻസീസ് കൊടുക്കുന്ന പണത്തിൻ്റെ സിംഹഭാഗവും പാകിസ്ഥാൻ ചിലവഴിക്കുന്നത് ഒന്നുകിൽ ആർമിയെ സമ്പുഷ്ടമാക്കാനാണ്. ആ ആയുധങ്ങൾ F-16 ഉൾപ്പെടെയുള്ള അമേരിക്കയിൽ നിന്ന് വാങ്ങുന്ന വിമാനങ്ങൾ ഉൾപ്പെടെ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കില്ല എന്ന് എഴുതി കൊടുത്ത് വാങ്ങുന്നതാണ്. പക്ഷേ ആ വിമാനങ്ങൾ ഉൾപ്പെടെ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കപ്പെടുന്നു, മിസൈലുകൾ മറ്റു കാര്യങ്ങളെല്ലാം. പക്ഷേ അത് തടയാൻ അമേരിക്കയ്ക്ക് പറ്റില്ല. കൃത്യമായി പലിശ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ IMF എടുക്കുന്ന ലോണിന് കൃത്യമായി പാകിസ്ഥാൻ പലിശ കൊടുക്കുന്നിടത്തോളം കാലം ഇനി പലിശ കൊടുക്കാൻ കൂടുതൽ ലോൺ എടുക്കുന്ന രീതിയിലാണ് പാകിസ്ഥാൻ. അതാണല്ലോ കടക്കണി എന്ന് പറയുന്നത്, ഡെറ്റ് ട്രാപ്പ് എന്ന് പറയുന്നത്. ഇതെല്ലാം എങ്ങനെയും കച്ചവടം നടക്കണമെന്ന ലോകത്തിൻ്റെ ഒരു സ്വാർത്ഥമായ ചിന്ത. ചോദിച്ചോട്ടെ, ഈ IMF കൊടുക്കുന്ന ഫണ്ടിന് അതിൽ ഏതിനൊക്കെ നീക്കി വെക്കുന്നു, അല്ലെ ഏതൊക്കെ മേഖലയിൽ ചെലവഴിക്കുന്നു എന്നൊക്കെ കൃത്യമായിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കണ്ടേ, ബോധ്യപ്പെടുത്തണ്ടേ? ഇപ്പോൾ നമുക്കറിയാം സാമ്പത്തികമായി ദുർബലമാണ് പാകിസ്ഥാൻ അല്ലേ? ഇപ്പോൾ അവിടുത്തെ വിദ്യാഭ്യാസ മേഖല, ആരോഗ്യ മേഖല, അങ്ങനെയുള്ള വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള സെക്ടറുകളിൽ തന്നെ ചെലവഴിക്കണം എന്നൊക്കെയുള്ള നിബന്ധനകളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ വ്യവസ്ഥകളൊക്കെ ഇല്ല IMF-ന്. അല്ലാതെ ആയുധം വാങ്ങാൻ IMF പണം എടുത്തു കൊടുക്കുമോ? അവിടെയാണ് അതിൻ്റെ വ്യത്യാസം. 2 ബ്രെട്ടൺ വുഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, 1 ഈസ് IMF, ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, അന്താരാഷ്ട്ര നാണയനിധി. 2 വേൾഡ് ബാങ്ക്, അതായത് IBRD, ഇൻ്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. ഈ IBRD ലോൺസ് എന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് പരിഗണനയുടെ അടിസ്ഥാനത്തിലാണ്. ലോൺ തിരിച്ചടയ്ക്കാനുള്ള കപ്പാസിറ്റി ഒന്ന്, മുൻകാലങ്ങളിലെടുത്ത ലോണുകളുടെ വിനിയോഗം എങ്ങനെ, വികസന പ്രവർത്തനത്തിന് മാത്രം, അതായത് അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനത്തിന് മാത്രം അതിൻ്റെ പീരിയോഡിക് റിപ്പോർട്ടുകൾ കൊടുക്കണം. ആ ലോൺ കിട്ടുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ ഒരു ഗുണമുണ്ട്, ആ ലോൺ ലഭിച്ചാൽ 50 വർഷം 100 വർഷം ദീർഘകാല അടിസ്ഥാനത്തിൽ തിരിച്ചടച്ചാൽ മതിയാകും. പലിശ നാമമാത്രമാണ്. അതുകൊണ്ട് വേൾഡ് ബാങ്കിൻ്റെ ലോൺ എന്ന് പറയുന്നത് ഒരു ഓണറാണ് രാജ്യങ്ങൾക്ക്. പക്ഷേ IMF അങ്ങനെയല്ല. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ IMF ഈസ് എ ബ്ലേഡ് കമ്പനി. ഒരു ബ്ലേഡ് കമ്പനിയാണ്.
ബ്ലേഡ് കമ്പനിയുടെ മാനേജർക്ക് അല്ലെങ്കിൽ ഉടമസ്ഥന് മുതലാളിക്ക് they are not bothered as long as they get the interest. They are not bothered. വാങ്ങിയത് പലിശ അടക്കം തിരിച്ചു കൊടുത്താൽ മതി. അതും മതി. പലിശക്ക് വീണ്ടും ഞങ്ങൾ തരാം, അതെടുത്ത് വീണ്ടും പലിശ തന്നാൽ മതി. അപ്പോൾ കച്ചവടം നടക്കണമല്ലോ. ഇതാണ് പറയുന്നത് ടിപ്പിക്കൽ ബ്ലേഡ് കമ്പനിക്കാരൻ്റെ മനോഭാവമാണ്. പക്ഷേ ഈ രാജ്യങ്ങളെല്ലാം കൂടി പൂളപ്പ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അവിടെ അമേരിക്ക ലാർജസ്റ്റ് ഡോണർ എന്ന നിലയിൽ വേണമെങ്കിൽ അമേരിക്കയ്ക്ക് ഒരു നിലപാടെടുക്കാം, ഞങ്ങൾ ഇതിന് അനുകൂലമല്ല. പക്ഷേ വേൾഡ് IMFൻ്റെ ഡയറക്ടർ ബോർഡ് യോഗത്തിൽ സാധാരണഗതിയിൽ ഒരു രാജ്യവും ലോൺ ഡിസ്പേഴ്സലിന് എതിർപ്പ് പറയാറില്ല. എതിർപ്പ് പറഞ്ഞാൽ പോലും കേട്ടിട്ടില്ല. അതുകൊണ്ട് ഇന്ത്യയുടെ നയതന്ത്രം അവിടെ വിജയിച്ചില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ആ വഴി നോക്കണ്ടായിരുന്നു എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. പക്ഷേ നമ്മൾ അവസാന നിമിഷം ബുദ്ധിപരമായി IMF യോഗത്തിൽ നിന്നും ഡയറക്ടർ ബോർഡ് യോഗത്തിൽ നിന്നും നമ്മൾ തന്ത്രപരമായി വിട്ടുനിന്നു. അങ്ങനെ പാകിസ്ഥാൻ ലഭിച്ചു. ആ തുക ഉൾപ്പെടെ ഉപയോഗിച്ചാകാം പാകിസ്ഥാൻ്റെ ഭീകരന്മാർക്ക് 100 ഭീകരന്മാരെ കൊന്നു എന്നാണല്ലോ ഇന്ത്യയുടെ ക്ലെയിം. അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാൻ അവർക്ക് ഓരോരുത്തർക്കും 1 crore പാകിസ്ഥാൻ റുപ്പീസാണ്. പേടിക്കണ്ട, ഇന്ത്യൻ രൂപയുടെ അത്രയും വിലയില്ല കേട്ടോ. പാകിസ്ഥാൻ 1 കോടി രൂപ എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയുടെ ഒരു 35 ലക്ഷം രൂപ അതിൽ താഴെ വരൂ. അപ്പം അതുകൊണ്ട് എങ്കിലും അത്രയും പോലും ഇല്ല, മണി വാല്യൂ തീരെ താഴെയാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ എങ്കിലും സിംബോളിക്കലി സ്പീക്കിംഗ് ദിസ് ഈസ് എൻഡോഴ്സ്മെൻറ്റ്. ഇന്ത്യയുടെ വാദം എൻഡോഴ്സ് ചെയ്യപ്പെടുകയാണ്. ഭീകരരും സർക്കാരും തമ്മിൽ, ഭീകരരും സൈന്യവും തമ്മിൽ നേരിട്ടുള്ള ബന്ധം. അപ്പോൾ അവർ പറയുകയാണ് ഇത് മരിച്ച സിവിലിയൻസിനാണ് ഞങ്ങൾ കൊടുക്കുന്നത്, ഭീകരന്മാർക്കല്ല. എപ്പോഴും ഒരു വാദവും മറുവാദവും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഭീകരവാദത്തിൻ്റെ അടിവേരിളക്കാൻ ഇന്ത്യ ശ്രമിക്കുമ്പോൾ പാകിസ്ഥാൻ, ഞങ്ങളുടെയൊക്കെ നാട്ടിലൊരു മുള്ളുണ്ട്, ഈ പറമ്പിലൊക്കെ പിന്നെ അയ്യത്തൊക്കെ കാണുന്ന മുള്ളാണ്, പാതാള കരണ്ടി എന്നാണ് പറയുക. അത് ആഴത്തിൽ അങ്ങോട്ട് പോകും. അതെത്ര പറിച്ചു മാറ്റിയാലും കിളച്ചു മാറ്റിയാലും വേരിൻ്റെ അടിവശത്തൊരു തരി കാണും. അടുത്ത മഴ പെയ്യുമ്പോൾ അത് പൊട്ടിക്കെടുത്ത് വലിയ രീതിയിൽ മുൾപ്പടർപ്പായി മാറുന്ന പാതാളകരണ്ടി എന്ന് പറയുന്ന ആ മുള്ള. ഇതുപോലെയാണ് ഭീകരത ആഴത്തിൽ വേരടക്കിയിരിക്കുന്നു. അപ്പോൾ ആർമി എസ്റ്റാബ്ലിഷ്മെൻറ്റ്, സിവിലിയൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, പൊളിറ്റിക്കൽ പാർട്ടീസ്, ISI എല്ലാം ചേർന്ന് ഭീകരതയെ നനച്ചു വളർത്തുകയാണ്. അതായത് നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് ഇല്ലാതെ പാകിസ്ഥാൻ പിടിച്ചു നിൽക്കാനാവില്ല. അങ്ങനെയാണ് ഈ സൈന്യത്തെ പറഞ്ഞു വിട്ട് ഈ ഹാഫിസ് സയ്യിദിനെ ആക്കിയാൽ പോരെ അവരുടെ കമാൻഡർ ഇൻ ചീഫോ, ഈ സൈനിക തലവനായിട്ടൊക്കെ? സൈന്യം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന, സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ സൈന്യത്തിന്. അല്ല, സൈന്യം എന്താഗ്രഹിക്കുന്നു അതാണല്ലോ ഹഫീസ് സയ്യിദും മൗലാന മസൂദ് അസറും ഒക്കെ ചെയ്യുന്നത്. ജയ്ഷെ മുഹമ്മദിൻ്റെയും ഹിസ്ബുൾ മുജാഹിദിൻ്റെയും ഹർക്കത്തുൽ അൻസാറിൻ്റെയും ഹർക്കത്തുൽ മുജാഹിദിൻ്റെയും ലഷ്കർ ഇ തോയ്ബയുടെയും സാന്നിധ്യം പാകിസ്ഥാൻ ആവശ്യമാണ്. അവരാണ് ഇന്ത്യയെ ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു വിടുന്നത്, അല്ല സൈന്യം നേരിട്ടല്ല. അതേസമയം സൈന്യത്തിനൊരു പോളിസിയുണ്ട്, നിരന്തരം അതിർത്തിയിൽ ഷെല്ലാക്രമണം നടത്തുക. കഴിഞ്ഞ 2 ദിവസം വെടിനിർത്തൽ കഴിഞ്ഞിട്ട് ഇപ്പോൾ 48 മണിക്കൂർ കഴിയുന്നല്ലോ. അപ്പോൾ നിരന്തരമായ അതിർത്തിയിൽ മുൻകാലങ്ങളിൽ ഉള്ളതുപോലെ തന്നെ നിരന്തരം ഷെല്ലാക്രമണം. ഇതിൻ്റെ പേരാണ് ലോ ഇൻറ്റൻസിറ്റി കോൺഫ്ലിക്റ്റ്, LOC അല്ല, ലോ ഇൻറ്റൻസിറ്റി കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ നിരന്തരം ഈ ജ്വാല, ഈ കനൽ കെടാതെ സൂക്ഷിക്കുക. കാശ്മീരിനെതിരെ, ഇന്ത്യൻ കാശ്മീരിനെതിരെ ഒരു കാര്യം കൂടെ ഞാൻ ചോദിച്ചിട്ട്, ഇപ്പം ഭാരതവും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ ധാരണയിലെത്തി അല്ലേ? അതെ, വാക്കാലുള്ള ധാരണയിൽ ഓൺലൈൻ കോൺവെർസേഷൻ ആണല്ലോ നടന്നത് അല്ലേ? ഹോട്ട്ലൈൻ കോൺവെർസേഷൻ. യെസ്. അപ്പോൾ ഈ വെടിനിർത്തൽ ധാരണ ഈ ഭീകരവാദികൾക്കും ആപ്ലിക്കബിൾ ആണോ? ഭീകരവാദികൾക്ക് ഇതൊന്നും ആപ്ലിക്കബിൾ അല്ല. അവരെ പറയുന്നത് നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് എന്നാണ്. പാകിസ്ഥാൻ അവരെ വിളിക്കുന്നത് ഫ്രീഡം ഫൈറ്റേഴ്സ് എന്നാണ്. അവർ ഫ്രീഡം, കാശ്മീർ പാകിസ്ഥാൻ്റെ ഭാഗമാണല്ലോ. അവർ മോചനത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുകയാണ്. അവരെങ്ങനെ ഭീകരരാകും? ഒരു സിമ്പിൾ ലോജിക്കാണ്. ഈ ലോജിക്കിനെ മറികടക്കണമെങ്കിൽ ഞാൻ നേരത്തെ സാമഭേദം പറഞ്ഞല്ലോ, ദണ്ഡം വേണ്ടി വരും. അതാണ് പറഞ്ഞത്. ഇന്ന് ഞാൻ പറയുകയാണ്, മോദി പറയുകയാണ്, ഇന്ന് ബുദ്ധ പൗർണിമ ദിനം. ബുദ്ധൻ ഒന്ന് ചിരിച്ചല്ലോ. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായപ്പോൾ 1974 ബുദ്ധ സ്മൈൽഡ് വൺസ്. പിന്നെ വീണ്ടും ചിരിച്ചല്ലോ. അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയും ജോർജ് ഫെർണാണ്ടസ് പിന്നെ പ്രതിരോധ മന്ത്രിയുമായിരുന്നപ്പോൾ 1998 രണ്ടാമതേയും ചിരിച്ചു. അപ്പോഴും ബുദ്ധൻ സമാധാനത്തിൻ്റെ ദൂതൻ തന്നെയായിരുന്നു. ആറ്റം ഫോർ പീസ്. നമ്മൾക്കൊരു ഡോക്ടറിനുണ്ടായി, നോ ഫസ്റ്റ് യൂസ് ബേസ്ഡ് ഓൺ മിനിമം ക്രെഡിബിൾ ന്യൂക്ലിയർ ഡിറ്ററൻസ്. നമ്മൾ
ഡിറ്ററൻസിന് വേണ്ടിയാണ്. പാകിസ്ഥാനെ ആക്രമിക്കാനല്ല, ചൈനയെ ആക്രമിക്കാനല്ല, മറിച്ച് ഏതെങ്കിലും രാജ്യത്ത് നിന്ന് ആക്രമണം നേരിട്ടാൽ അങ്ങനെ വരാതിരിക്കാൻ വീട്ടിൽ പട്ടിയെ വളർത്തുന്ന പോലെയാണ്. ആരെയും കടിക്കാനല്ല പട്ടിയെ വളർത്തുന്നത്, മറിച്ച് മറ്റാരും അതിക്രമിച്ച് കടക്കാതിരിക്കാൻ ഒരു സുരക്ഷാ സംവിധാനം, അതാണ് ഡിറ്ററൻറ്റ്. പക്ഷേ നമ്മൾ ആദ്യം ഉപയോഗിക്കില്ല. അതുകൊണ്ട് കമാന്തരക്ഷരം ഇത്രയും വലിയ കലാമിറ്റി, വലിയ ടെൻഷൻ ഉണ്ടായിട്ടും ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വമോ സൈനിക നേതൃത്വമോ ആണവമെന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല എന്ന് ഓർക്കണം. അപ്പം ഇന്ത്യ പക്ഷേ നരേന്ദ്രമോദിയുടെ മിനിഞ്ഞാന്നത്തെ ഒരു സംഭാഷണത്തിൽ അല്ലെങ്കിൽ രാജ്യത്തോട് ചെയ്ത ഒരു പ്രഭാഷണത്തിൽ എടുത്തു പറയുന്നു, നമ്മൾ ശക്തി സമാഹരിക്കേണ്ട സമയമാണ്. പീസ് ക്യാൻ ബി ബ്രോട്ട് അബൌട്ട്, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന നടക്കണമെങ്കിൽ അവിടെ ശക്തി വേണം. സമാധാനത്തിൻ്റെ ദിവസം തന്നെയാണ് പറയുന്നത്, ശക്തിയാണ് സമാധാനത്തിൻ്റെ പവർ വിൽ ബ്രിങ് പീസ്. അവിടെ ഒരു നയം മാറ്റം, നരേന്ദ്രമോദി പറയുന്ന ഒരു നയം മാറ്റം അവിടെയാണ്. ഇന്നലകൾ വരെ അതിർത്തി കടന്നു വരുന്ന ഭീകരവാദത്തെ ഭീകരവാദം എന്നാണ് നമ്മൾ വിളിച്ചിരുന്നത്. മാറി ഇന്ന് മുതൽ അതിനെ യുദ്ധമെന്നാണ് വിളിക്കുന്നത്. എനി ആക്ട് ഓഫ് ടെറർ വിൽ ബി കൺസിഡേർഡ് ആസ് ആൻ ആക്ട് ഓഫ് വാർ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പം പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി പഹൽഗാം മോഡലിൽ ആക്രമണം നടത്തി അങ്ങ് പോകാമെന്ന് വെച്ചാൽ ഞങ്ങൾ അവരെയും അടിക്കും, പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കും, സൈനികമായി ആക്രമിക്കും. നോ ഫോഴ്സ് ക്യാൻ പ്രിവെൻറ്റ് ഇന്ത്യ. അത് നമ്മൾ തെളിയിച്ചു. വാക്കുകൊണ്ടല്ല തെളിയിച്ചത്, പ്രവൃത്തി കൊണ്ട് തെളിയിച്ചതിന് ശേഷം അത് ലോകത്തിന് മുമ്പേ പറയുകയാണ്, വി ഹാവ് യൂസ്ഡ് മിസൈൽസ്, വി ഹാവ് യൂസ്ഡ് ബ്രഹ്മോസ്. അനന്തമായ സാധ്യത ആണുള്ളത്. കാരണം ഇത് ഇന്ത്യ വാണ്ടഡ് ടു ഡിസ്പ്ലേ ദ മൈറ്റ് ഓഫ് ഇറ്റ്സ് മിലിറ്ററി ആഴ്സണൽ. ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് രണ്ട് കാര്യങ്ങളിൽ എടുത്തു പറയുന്നു നരേന്ദ്രമോദി. ഒന്ന്, ആകാശ് മിസൈലിൻ്റെ ഒരു പ്രഹരശേഷി. കാരണം തദ്ദേശീയമായി ഇന്ത്യ ഡെവലപ്പ് ചെയ്ത മിസൈലാണ് ആകാശ്. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, ഡ്രോണുകൾ ഉൾപ്പെടെ അല്ലെ മറ്റ് എയറിയൽ ഒബ്ജക്റ്റ് ഉൾപ്പെടെ ഇന്ത്യക്ക് തദ്ദേശീയമായി വികസിപ്പിച്ചെടുക്കാൻ കഴിയും. ലോക നിലവാരമുള്ള, അത് അമേരിക്കയുടെ പേട്രിയോട്ട് സിസ്റ്റം പോലെയോ അല്ലെങ്കിൽ റഷ്യയുടെ S-400 സിസ്റ്റം പോലെയോ അതൊക്കെ നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങണം. S-400 വാങ്ങി അതും നമ്മുടെ ആകാശങ്ങളെ സുരക്ഷിതമാക്കി, ശരിയാണ്, അത് എക്സ്പെൻസീവാണ്. പക്ഷേ ആകാശ് തദ്ദേശീയമാണ്. ആകാശിന് ഇനി നോക്കൂ, ലോക മാർക്കറ്റ് വരാൻ പോവുകയാണ്. ബ്രഹ്മോസ് മിസൈലാണ് നമ്മുടെ അഭിമാനം. റഷ്യയുമായിട്ട് ചേർന്നുകൊണ്ട് ബ്രഹ്മപുത്ര നദി ഇന്ത്യ, മോസ്കോ റിവർ, മോസ്കോ ശാന്തമായി ഒഴുകുന്ന മോസ്കോ റിവറും കുത്തി ഒലിക്കുന്ന ബ്രഹ്മപുത്രയും എല്ലാം ചേർന്ന ശാന്തമെങ്കിൽ ശാന്തം, ശക്തമെങ്കിൽ ശക്തം, ആ ഒരു മിസൈലാണ്. ബ്രഹ്മോസിൻ്റെ പ്രഹരശേഷി പാകിസ്ഥാൻ തലസ്ഥാനത്തിൻ്റെ സമീപ പ്രദേശത്തുള്ള റാവൽപിണ്ടി സൈനിക ആസ്ഥാനമാണ്. സൈനിക ആസ്ഥാനത്തിന് അടുത്ത് വരെ ബ്രഹ്മോസ് മിസൈൽ പ്രഹരിച്ചു. ഇതിന് പരിഹാരമില്ല, ഇതിനൊരു ഡിഫൻസ് ഇല്ല. വളരെ താണു പറക്കാൻ സാധിക്കും, ഏത് രീതിയിലും മെനുവർ ചെയ്യാൻ സാധിക്കും, ഫ്രം എയർ ഓർ ഫ്രം സർഫസ് ഓർ ഫ്രം സീ. ഇതൊക്കെ ചെയ്യാൻ സാധിക്കുന്ന ഒരു വലിയ മുതൽക്കൂട്ടാണ്. അതിനാദ്യമായിട്ടാണ് ബാറ്റിൽ ഫീൽഡ് സിറ്റുവേഷനിൽ ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിക്കുന്നതിൻ്റെ ആദ്യ ഇതാണ്. അവ പ്രഹരശേഷി ലോകത്തിന് വെളിപ്പെട്ടു. ഇനി ക്യൂ നിൽക്കും ഭാരതത്തിന് മുമ്പിൽ ആഫ്രിക്കൻ രാജ്യങ്ങൾ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾ ക്യൂ നിൽക്കും ബ്രഹ്മോസ് മിസൈൽ. വി ഹാവ് പ്രൂവ്ഡ് ദി എബിലിറ്റി. ഇത് തേജസ് എയർക്രാഫ്റ്റ്, അർജുൻ ടാങ്ക്, ഇതൊക്കെ നമ്മൾ തദ്ദേശീയമായി ഡെവലപ്പ് ചെയ്തെടുത്തതാണ്. ഈ ഒരു യഥാർത്ഥ യുദ്ധ അന്തരീക്ഷം ഉണ്ടാകാതെ എങ്ങനെയാണ് ഇതിപ്പോൾ റിപ്പബ്ലിക് ഡേക്കും ഇൻഡിപെൻഡൻസ് ഡേക്കും പരേഡിൽ ഈ മിസൈലും കൊണ്ട് പോയിട്ട് എന്താ കാര്യം? യഥാർത്ഥത്തിൽ ഇതിൻ്റെ പ്രഹരശേഷി എന്താണെന്ന് ഭാരതം കാട്ടിക്കൊടുത്തു. അതുകൊണ്ടാണ് മോദി പറഞ്ഞത്, തദ്ദേശീയം ഞങ്ങളുടെ നയം മാറിയിരിക്കുന്നു, തദ്ദേശീയമായി നമ്മൾ ആയുധങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നു. പറയാതെ പറഞ്ഞു വെക്കുന്നത്, ലോകത്തിന് മുന്നിൽ ആയുധങ്ങൾ നെറ്റ് പർച്ചേസർ എന്ന നിലയിൽ നിന്നും നെറ്റ് സെയിൽസ് പേഴ്സൺ എന്ന നിലയിലേക്ക് ഇന്ത്യ വളരുകയാണ്. അപ്പം ഇന്ത്യ വിദേശത്ത് വന്ന ആയുധങ്ങൾ സോഴ്സ് ചെയ്യും, അതുപോലെ തന്നെ ആയുധങ്ങൾ വെളിയിൽ വിൽക്കുകയും ചെയ്യും. നയംമാറ്റമാണ്, ഒരുപാട് നയംമാറ്റമാണ്. കാരണം പാകിസ്ഥാനെ ആക്രമിക്കുമെന്നത് അത് യുദ്ധമായി കരുതുമെന്നുള്ള നയംമാറ്റമാണ്. അത് മാത്രമല്ല, നയം മാറിയത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പറയുന്നത്. അത് പാകിസ്ഥാൻ്റെ മണ്ണിൽ കയറി എത്രയോ പ്രാവശ്യം ഈ പ്രഖ്യാപനമൊന്നും ഇല്ലാതെ തന്നെ ഇന്ത്യ തെരഞ്ഞുകൊണ്ടിരിക്കുന്ന ഭീകരന്മാരുടെ വലിയൊരു നിര തന്നെ പല സമയങ്ങളിലായി ഇന്ത്യ വകവരുത്തി കഴിഞ്ഞു. ഇൻഡയറക്ട്ലി ആൻഡ് ഇൻഡയറക്ട്ലി കാനഡയിലെ ഹർദീപ് സിംഗ് നിജ്ജാറിൻ്റെ വധം, ഇതൊന്നും എടുത്തു പറയുന്നില്ലെങ്കിൽ പോലും നയം മാറിയിരിക്കുന്നു ഭാരതത്തിൻ്റെ. കൃത്യമായി പറഞ്ഞാൽ 2016 മുതൽ നയം മാറ്റമാണ്. അതാണ് ഈ ഉറി ആക്രമണത്തിന് ശേഷമാണ് ആ ഒരു നയം, അതിൻ്റെ ഔപചാരികമായ സ്ഥിരീകരണം നരേന്ദ്രമോദിയുടെ ഭാഗത്തുനിന്ന് വരുന്നു. അതുകൊണ്ടാണ് ഈ അതീവ നിർണായകമായിരുന്നു ഈ ഒരു
സംഘടനം, ഞാൻ യുദ്ധമെന്ന് വിളിക്കുന്നില്ല, ഈ സംഘടനം ഇന്ത്യയുടെ ഒബ്ജക്റ്റീവ്സ് ഏതാണ്ട് പൂർണ്ണമായി നിർവഹിക്കപ്പെട്ടു. നമ്മൾ എന്താണോ ആഗ്രഹിച്ചത്, ഭീകരരെ മടയിൽ കയറി അടിക്കുമെന്ന പ്രതീതി മാത്രമല്ല, അടിച്ചു. അത് ട്രാക്ക് റെക്കോർഡായി, നാളെയും അത് ചെയ്യും എന്ന പ്രഖ്യാപനമാണ്. ഇനി കളിക്കാൻ വരരുത്, ആണവായുധം എന്ന ഉമ്മാക്കി കാട്ടി പേടിപ്പിക്കരുത്. ഞങ്ങൾക്കുണ്ട് വി ആർ എ റെസ്പോൺസിബിൾ പവർ, വി ആർ എ ട്രയാഡ്. അതാണ് പറയുന്നത്. കരയിൽ നിന്നും, എയറിൽ നിന്നും, സീയിൽ നിന്നും തൊടുക്കാവുന്ന രീതിയിൽ ട്രിപ്പിൾ കേപ്പബിലിറ്റിയാണ് നമുക്കുള്ളത്. അതുകൊണ്ട് പാകിസ്ഥാനോട് കളിക്കണ്ട എന്ന താക്കീതും ചെയ്തത് പറയുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് വൻ വിജയമായിരുന്നു ഈ ഓപ്പറേഷൻ. പക്ഷേ മറ്റു കാര്യങ്ങളൊക്കെ ഡിബേറ്റബിൾ കാര്യങ്ങളുണ്ട്. അമേരിക്ക ഇടപെട്ടോ ഇല്ലയോ, ഈ കാര്യം ഡിബേറ്റബിൾ. നമുക്ക് എന്തായാലും വിശദമായിട്ട് അത് ചർച്ച ചെയ്യണം. അഡ്വക്കേറ്റ് സേനാപതി വേണു, ഫ്രീഡം ഫൈറ്റേഴ്സ് ഓഫ് പാകിസ്ഥാൻ, നോക്കൂ, വളരെ പരസ്യമായിട്ട് തന്നെ ഭീകരവാദികളെ സഹായിക്കുന്ന ഒരു സമീപനം, നിലപാട് പാകിസ്ഥാൻ സ്വീകരിച്ചിരിക്കുന്നു. അത് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാവുന്നതാണ്. ആദ്യം കണ്ടത് ഈ കൊല്ലപ്പെട്ട ഭീകരവാദികളുടെ ശവസംസ്കാര ചടങ്ങിൽ പാകിസ്ഥാൻ സൈന്യത്തിലെ പ്രധാനികളൊക്കെ പങ്കെടുത്തു. പിന്നെ അതിനോടനുബന്ധിച്ച് ചില സ്റ്റേറ്റ്മെൻറ്റുകൾ വന്നു. ഉന്നത സ്ഥാനത്തിരിക്കുന്നവരുടെ തന്നെ ചില പരാമർശങ്ങൾ വന്നു. അതിലെല്ലാം നമ്മൾ പ്രകടമായി കണ്ടതാണ് പാകിസ്ഥാൻ എത്രത്തോളം ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന്. എന്താണ് താങ്കളുടെ നിരീക്ഷണം? നമ്പ്യാരെ, ഇപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഭീകരൻ ആരാണ്, ഭരണാധികാരി ആരാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു രാഷ്ട്രമായി പാകിസ്ഥാൻ മാറിയിരിക്കുന്നു. കാരണം ഇതിന്റെ ഒരു പിറവി തന്നെ അങ്ങനെയാണല്ലോ. ഈ 47-ൽ രാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ച് നമ്മൾ അഭയാർത്ഥി പ്രവാഹവും അത് എന്താ പറഞ്ഞ അവരുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ പരിഹരിക്കാനായിട്ട് തുടങ്ങുന്ന ഘട്ടത്തിൽ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ അവസാനം നവംബർ ആയപ്പോഴേക്കും ഇവര് പഠാന്മാരെ ആട്ടിടയന്മാരുടെ വേഷം കെട്ടിച്ച് ഇങ്ങോട്ട് കടത്തിവിട്ട് ആദ്യത്തെ ആക്രമണം നടത്തിയ അന്നു മുതൽ ഇവരുടെ പ്രവർത്തനം അത് ഈ രീതിയിലുള്ള ഭീകര പ്രവർത്തനമാണ്. ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലുള്ള ഭീകര പ്രവർത്തനം. ഇവിടെ ബ്രിഗേഡിയർ സാബ് സൂചിപ്പിച്ചത് എന്താ പറഞ്ഞ സിയാഉൽ ഹക്കിന്റെ കാലം അല്ല, അത് തെറ്റലാണ്. കാരണം അത് അയൂബ് ഖാൻ ആണെങ്കിലും അതെ, യാഹ്യ ഖാൻ ആണെങ്കിലും അതെ, അതിനുശേഷം പിന്നീട് വരുന്നത് ഭൂട്ടോയാണ്. അപ്പൊ നമ്മൾ 5 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴാണ് പാകിസ്ഥാനിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിലുണ്ടായ സ്ഥിതിവിശേഷമൊക്കെ കിഴക്കൻ പാകിസ്ഥാൻ ബംഗ്ലാദേശിലുണ്ടായ സമരമൊക്കെ നമ്മൾ പലവട്ടം ചർച്ച ചെയ്തുകൊണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇവിടെ അവരുടെ ഒരു പിറവിക്ക് ശേഷമുള്ള ഒരു സ്ഥിതിവിശേഷം, ഇനി ഇന്ത്യയെ ആക്രമിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അവർ തങ്ങളിൽ ആക്രമിക്കും. മുമ്പ് പാകിസ്ഥാനിൽ ഒരു സംഘടന ഉണ്ടായിരുന്നു, അതിന്റെ പേര് MQM എന്നാണ്. അത് ഇന്ത്യയിൽ നിന്ന് അഭയാർത്ഥികളായി ചെന്നിട്ടുള്ള എന്താ പറഞ്ഞ മുസ്ലിങ്ങളെ അവരെ കൃത്യമായിട്ട് അവിടെ അംഗീകരിക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ മുജാഹിദ് ഖ്വാമി മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു സംഘടന, ഒരു സമര സംഘടന രൂപം കൊള്ളുകയും അവരെ വല്ലാത്ത രീതിയിൽ അവിടുത്തെ ഭരണകൂടം അടിച്ചമർത്തുകയും അവര് ചിതറിപ്പോകുന്നതും അവർക്ക് നേരെയുള്ള ക്രൂരതകളൊക്കെ അതൊരു 1960 അല്ല 70-കളിലൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം ഇന്ത്യയെ അടിക്കാൻ പറ്റിയില്ല എങ്കിൽ അവർ തമ്മിൽ തല്ലുക എന്നുള്ളതാണ്. അപ്പോ അയൂബ് ഖാൻ മാറി, യാഹ്യ ഖാൻ പോയി. അതിനുശേഷമാണ് എന്താ പറഞ്ഞ ഭൂട്ടോ പ്രധാനമന്ത്രിയാകുന്നത്. ഭൂട്ടോയെ വധിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമല്ല. ഭൂട്ടോയുടെ അന്നത്തെ വക്കീല്, അദ്ദേഹത്തിന്റെ പേര് എന്താ പറഞ്ഞ യാഹ്യ ബത്താർ, ഞാൻ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹം പെഷവാറിലെ പാകിസ്ഥാൻ സുപ്രീം കോടതിയിൽ നടത്തിയ വാദഗതികൾ ഏതാണ്ട് 6.5 മണിക്കൂർ നേരം അദ്ദേഹം എന്താ പറഞ്ഞ ഭൂട്ടോയ്ക്ക് വേണ്ടി വാദഗതികൾ നടത്തി. അപ്പം അന്ന് ഇതുപോലെ ഇപ്പം നവമാധ്യമങ്ങളൊന്നും കേൾക്കാനില്ലായിരുന്നു. പക്ഷെ ആ വാദഗതികൾ കേട്ട ചില വിദേശ അഭിഭാഷകർ പറഞ്ഞത്, ഒരുപക്ഷെ ലോകത്ത് വേറെ ഏതെങ്കിലും രാജ്യത്താണ് ഇത്രയും ശക്തമായ വാദഗതി നിയമത്തിന്റെ പിൻബലത്തോടെ യാഹ്യ ബത്താർ നടത്തിയതെങ്കിൽ ഭൂട്ടോയെ രക്ഷപ്പെടുമായിരുന്നു, അല്ലെങ്കിൽ രക്ഷപ്പെടുത്തുമായിരുന്നു എന്ന്. പക്ഷെ ഭൂട്ടോയെ കൊല്ലാനുള്ള തീരുമാനമാണ് സിയാഉൽ ഹക്കിൻ്റെത് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം വധിക്കപ്പെട്ടു എന്നുള്ളതാണ്. പിന്നെ അതിനുശേഷം സിയാഉൽ ഹക്കിന്റെ സ്ഥിതിവിശേഷം എന്താണ് എന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോ ഞാൻ പറഞ്ഞു വന്നതെന്ന് ചോദിച്ചാൽ, ലോകത്തിൽ ഇന്ന് വരെ നടത്തിയിട്ടുള്ള എല്ലാ യുദ്ധങ്ങളും പരാജയപ്പെട്ട ഒരു രാജ്യത്തിന് അവർക്ക് പിന്നെ നിലനിൽക്കണമെങ്കിൽ ഈ ഇന്ത്യ വിരുദ്ധ വികാരം, ഇവിടെ മോഹൻ വർഗീസ് സാർ പറഞ്ഞ പോലെ ഇന്ത്യ വിരുദ്ധ വികാരം ഇങ്ങനെ നിരന്തരം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. ആ ഇന്ത്യ വിരുദ്ധ വികാരം അത് സൈന്യത്തിന്റെ ഒക്കെ ഒരു ഭാഗമാക്കി മാറ്റി എന്നുള്ളതാണ്.
ഇപ്പോ അവിടുത്തെ ഇന്റർ സർവീസ് ഇന്റലിജൻസ് എന്ന് പറയുന്ന പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ വിഭാഗവും ഈ അൽ ഖ്വയ്ദയും അതുപോലെ തന്നെ ഹിസ്ബുൾ മുജാഹിദിനും ലഷ്കർ എ തൊയ്ബയും ഒരു കൂട്ടർ യൂണിഫോം ധരിക്കുന്നു, മറ്റേ കൂട്ടർ കോട്ടും പൈജാമയും ധരിക്കുന്നു. ഈ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇവരെല്ലാം ഒന്നിച്ച് തന്നെയാണ് ഇവരുടെ പ്രവർത്തനങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിനകത്ത് ഒരു അത്ഭുതവുമില്ല. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ഇതൊരു ഘട്ടം കഴിഞ്ഞപ്പോഴേക്കും അവരുടെ രാജ്യത്തെ അത് എങ്ങനെ കാർന്നു തിന്നുന്നു എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ കൊല്ലം കണ്ടല്ലോ, പെഷാവാറിലെ ഒരു സ്കൂളിൽ 176 വിദ്യാർത്ഥികളെയാണ് നിരത്തി പിടിച്ചത്. അത് 9 വയസ്സ് 10 വയസ്സ് ഒരു ഹൈസ്കൂളിൽ 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലാണ് ആക്രമണം നടത്തിയിട്ടുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ഭീകരതയുമായി ഇഴചേർന്ന ഒരു രാജ്യമായി മാറിയിരിക്കുന്നു. അവർക്കിപ്പോ നിലനിൽക്കുക എന്നുള്ളത് ഇന്ത്യ വിരുദ്ധതയാണ് അവരുടെ ഒരു അജണ്ടയായി മാറിയിരിക്കുന്നത്. ആ ഇന്ത്യ വിരുദ്ധത ആരാണോ ഇവിടെ മോഹൻ വർഗീസ് സാർ പറഞ്ഞതുപോലെ കൂടുതൽ പ്രചരിപ്പിക്കുന്നത്, അവരാണ് മിടുക്കന്മാരായിട്ട് വരുന്നത് എന്നുള്ള ഒരു സ്ഥിതിവിശേഷമാണ്. നമ്മൾ ഒരു ഘട്ടത്തിൽ നമ്മൾ വിചാരിച്ചു പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയൊക്കെ ഭൂട്ടോയും ഭൂട്ടോയ്ക്ക് ശേഷം പിന്നെ ബാനസർ ഭൂട്ടോ, ഇപ്പൊ സർദാർലാൽ ഭൂട്ടോ വന്നു, അവരൊക്കെ ഇന്ത്യ വിരുദ്ധതയിൽ നിന്ന് കുറച്ചുകൂടെയൊക്കെ പിന്മാറും എന്നാണ് നമ്മൾ മനസ്സിലായത്. ഇപ്പോൾ ഇന്ത്യയുമായിട്ട് നിരന്തരമായിട്ട് ക്രിക്കറ്റ് കളിയിലൊക്കെ എത്രയോ പ്രാവശ്യം ഇവിടെ വന്നിട്ടുള്ള ആളാണ് ഇമ്രാൻഖാൻ. ഇമ്രാൻഖാന്റെ പാകിസ്ഥാൻ തെഹരി ഇൻസാഫ് എന്ന് പറയുന്ന പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ എന്നെ പോലുള്ള ആളുകളൊക്കെ വിചാരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ രാജ്യവുമായിട്ട് ഇത്രയും ബന്ധമുള്ള ഒരാള് വളരെ ലിബറൽ ആയിരിക്കും, ഈ തീവ്രവാദത്തിൽ നിന്നൊക്കെ പാകിസ്ഥാൻ ഒരു മോചനം കൊടുക്കുന്ന. പക്ഷെ അനുഭവം നമ്മൾ കണ്ടത് ഇവര് ഓരോരുത്തരെക്കാൾ മികച്ചത്, അവരെല്ലാവരുടെയും പ്രചരണം ഇന്ത്യ വിരുദ്ധതയാണ്. ഇന്ത്യ വിരുദ്ധതയിൽ മാത്രമേ ഇവർക്ക് നിൽക്കാനായിട്ട് കഴിയൂ എന്നുള്ള ഒരു സ്ഥിതിവിശേഷത്തിൽ ഇവിടെ എത്തിയിരിക്കുന്നു. ഞാനിപ്പം ഈ അസീം മുനീറിന്റെ കാര്യത്തിൽ എനിക്കൊരു സംശയം തോന്നുന്നു. കാരണം ഇവരിലെല്ലാം സൈനികാധിപന്മാരിൽ സംശയമുണ്ട്. അതെ. അപ്പോ പർവേസ് മുഷറഫ് ആയിരുന്നല്ലോ ഏറ്റവും മികച്ച സൈന്യാധിപൻ. ഇപ്പം യാഖ്യ ഖാനോ അയൂബ് ഖാനോ ഒക്കെ ശേഷം, അല്ലെങ്കിൽ സിയാവുൽ ഹക്കിനൊക്കെ ശേഷം ഏറ്റവും പവർഫുൾ ആയ സൈന്യാധിപനായിരുന്നു പർവേസ് മുഷറഫ്. അപ്പോൾ പർവേസ് മുഷറഫിന് അവസാനം നിൽക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷം വന്നു കഴിഞ്ഞപ്പോൾ എന്നാൽ കാർഗിൽ മലനിരകളിലേക്ക് കയറിയേക്കാന്ന് വിചാരിച്ചു. അതിന്റെ പേരിലാണ് 1999 ഒരു കാരണവുമില്ല ഒരു കാര്യവുമില്ലാത്ത ഒരു യുദ്ധത്തിലേക്ക് അവർ പോകുന്നു. ഇപ്പോ അസീം മുനീറിന്റെ ലക്ഷ്യവും ഇത് തന്നെയാണ്. അദ്ദേഹം പ്രവാസി പാകിസ്ഥാനികളുമായിട്ടുള്ള ഒരു യോഗം ഒരു 3-4 മാസം മുമ്പ് കൂടി. ആ യോഗത്തിലാണല്ലോ അദ്ദേഹം പ്രസംഗിച്ചത് ഈ കശ്മീർ എന്ന് പറയുന്നത് നമ്മുടെ കണ്ടനാട് ജാഗുലാർ വെയിനാണ്, അത് ഒരു കാരണവശാലും നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ ആ പ്രചരണവും അദ്ദേഹത്തിന്റെ ആ വെളിപ്പെടുത്തലിന് വളരെ അടുത്ത ദിവസങ്ങൾക്ക് ശേഷമാണ് പെഹൽഗാമിൽ ഈ ആക്രമണം ഉണ്ടാവുകയും ചെയ്തത്. അപ്പൊ അവിടുത്തെ സൈന്യവും ഭരണകൂടവും അറിഞ്ഞുകൊണ്ട് അവർക്ക് നിലനിൽക്കണമെങ്കിൽ അവർക്കുള്ള ഏക പോംവഴി എന്ന് പറയുന്നത് ഇന്ത്യ വിരുദ്ധതയാണ്. ആ ഇന്ത്യ വിരുദ്ധത ഇങ്ങനെ നിരന്തരമായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ട് അവർ ഇരിക്കുന്നു. ഞാൻ ഇതിനെ ഒരു പോസിറ്റീവായിട്ട് ഇതിനെ കാണുകയാണ്. കാരണം എന്താ അറിയോ, ഒരു ചർച്ചയിൽ ഞാൻ പറഞ്ഞതാണ്, LTT എന്ന് പറയുന്ന ഒരു തീവ്രവാദ സംഘടന എങ്ങനെയാണ് ശ്രീലങ്കയിൽ ഇല്ലാതായത്. അവര് രാജീവ് ഗാന്ധിക്ക് നേരെ നടത്തിയ ഒരു ആക്രമണമാണ്. ആ ഒരു സംഘടനയെ തന്നെ ഇല്ലാതാക്കി, അതിന്റെ നേതാവ് പ്രഭാകരൻ തന്നെ ഇല്ലാതാകുന്ന ഒരു സ്ഥിതിവിശേഷം. ഒരു കാലത്തിന്റെ അനിവാര്യത പോലെ ഇവർ പഹൽഗാമിൽ നടത്തിയ ആക്രമണം അത് ഇവരുടെ തന്നെ ശവക്കുഴി തോണ്ടുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും ഇന്ത്യ ഗവൺമെന്റ് ഇപ്പോൾ എടുത്തിരിക്കുന്ന നടപടി, ഞാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയൊക്കെ നമ്മൾ ആ കാര്യത്തിൽ വാനോളം പുകഴ്ത്തേണ്ട ആവശ്യമാണ്. രാഷ്ട്രീയം ഒന്നും നോക്കണ്ട. കാരണം രാജ്യം ഒരു അപകടത്തിലാകുമ്പോൾ ഭരിക്കുന്നത് ആരാണോ അവർ എടുക്കുന്ന തീരുമാനത്തെ നമ്മൾ പിന്തുണയ്ക്കണം. അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ, അത് ഖൂൺ ഔർ പാനി ഏക് സാത്ത് നെയ് പായേങ്ക, അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഏക് ഗോലി വഹാസെ ആയ ഏക് ഗോള യഹാസെ ജായേഗ, അവിടുന്ന് ഒരു വെടിവെപ്പ് വരുന്നെങ്കിൽ ഇവിടുന്ന് ഒരു പീരങ്കി ഉണ്ട അങ്ങോട്ട് ചെല്ലും എന്നുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ. സമാനമായ വാക്കുകൾ പറഞ്ഞിട്ടുള്ള ഭരണാധികാരികളാണ് എല്ലാവരും. അതാണ് ലാൽ ബഹദൂർ ശാസ്ത്രി പറഞ്ഞത്, ഹത്യാർ കാ ജവാബ് ഹത്യാർ ദേഗ, ആയുധത്തിന്റെ മറുപടി ആയുധം നൽകുമെന്ന്. ഇന്ദിരാഗാന്ധിയും അത് തന്നെയാണ് പറഞ്ഞത്, നിങ്ങളുടെ 7ാം കപ്പൽപ്പടയോ 8ാം കപ്പൽപ്പടയോ ഇങ്ങോട്ട് വന്നോട്ടെ, തിരിച്ചു പോകുന്ന കാര്യം ഞങ്ങൾ തീരുമാനിക്കും. ഞാൻ പറഞ്ഞു വന്നത്, എല്ലാ കാലഘട്ടങ്ങളിലും നമ്മുടെ ഭരണാധികാരികൾ എടുത്തിട്ടുള്ള അത്തരത്തിലുള്ള തീരുമാനങ്ങളാണ് നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് നയിച്ചിട്ടുള്ളത്. അപ്പോ ഈ പെഹൽഗാം ആക്രമണം, ഞാൻ ബ്രിഗേഡിയർ സാബ് പറഞ്ഞതിനെ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, അത് ഇന്ത്യയിൽ ഈ ഭീകരവാദം വേരോടെ പിഴുതെറിയുന്നതിനൊരു കാരണം ആയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല, ഒരു സംശയവും വേണ്ട. ഇനി ഒരു ഭീകരനും പാകിസ്ഥാനിൽ ജമ്മു ആൻഡ് കശ്മീരിൽ ഒരു വീട്ടിലും ഒളിക്കാൻ അവൻ അവസരം കിട്ടത്തില്ല. ഒരു വീടിന്റെ അടിയിലും ബങ്കർ വെച്ച് ഒരു ഭീകരനും പാകിസ്ഥാനിൽ നിന്ന് ട്രെയിനിങ് കിട്ടി ഇനി ജമ്മു ആൻഡ് കശ്മീരിൽ പ്രവർത്തിക്കാൻ കഴിയും എന്ന് എനിക്ക് തോന്നുന്നില്ല. സൈന്യത്തിന്റെ ഭാഷയിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ജെറ്റ് സേവ് ഗാർഡിന,
വേരോടെ തീവ്രവാദത്തെ പിഴുതെറിയാനുള്ള ഒരു അവസരമായിട്ട് ഇത് വന്നിരിക്കുന്നു. അതുകൊണ്ട് വിനാശകാലെ വിപരീത ബുദ്ധി എന്ന രീതിയിലുള്ള പാകിസ്ഥാൻ ആർമിയുടെയും അവരുടെ ഭീകരന്മാരുടെയും പ്രവർത്തനം അത് അവർക്ക് തന്നെ വിനയായിരിക്കുന്നു. 9 ഭീകര കേന്ദ്രങ്ങളാണ് നമ്മൾ ആക്രമിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള 21 കൂടി ആക്രമിച്ച് അതും കൂടി നമ്മൾ ഇല്ലാതാക്കേണ്ട, ഇനി അത് സ്വാഭാവികമായിട്ടും ഇല്ലാതാവും. കാരണം ഇപ്പുറത്തേക്ക് അവർക്ക് കടക്കാനുള്ള ആകെ 21 ആ 12 ആളില്ല ആ 12 ആളില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് അങ്ങോട്ട് പോവാതിരുന്നത്. എങ്ങനെ ആ 12 ഭീകര ക്യാമ്പുകളിൽ ആളുണ്ടായിരുന്നില്ല. വിളിച്ചല്ലോ, അവരെല്ലാം ആദ്യത്തെ ദിവസത്തെ മിസൈലുകൾ ഏറ്റപ്പോഴത്തേക്കും അവരെല്ലാം സുരക്ഷിത സ്ഥാനങ്ങളിൽ എത്തിക്കഴിഞ്ഞിരുന്നു. ഒരു കാര്യം കൂടി ഞാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. 1992 ബോംബെയിൽ 1,200ഓളം നിരപരാധികളെ, നിർദോഷികളെ ബോംബ് വെച്ച് കശാപ്പ് ചെയ്ത ഒരു ഭീകരൻ കറാച്ചിയിലെ സൈനിക താവളത്തിന്റെ അവിടുത്തെ എന്താ പറഞ്ഞ ആർമി ഓഫീസേഴ്സ് താമസിക്കുന്നതിനടുത്തുണ്ടെന്നാണ് ഇന്ത്യൻ ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അത് മറ്റാരുമല്ല, ഡി കമ്പനിയുടെ നേതാവ് ദാവൂദ് ഇബ്രാഹിം. ഈ കൂട്ടത്തിൽ ഒരു ബ്രഹ്മോസ് മിസൈല് അത് ലക്ഷ്യം തെറ്റാതെ ആ ദാവൂദ് ഇബ്രാഹിമിനെ ഒളിപ്പിച്ചിരിക്കുന്ന താവളത്തിലേക്ക് കൂടി അയക്കേണ്ട സമയം. കാരണം 1,200 ആളുകൾക്ക് അവർക്ക് നീതി കിട്ടേണ്ട ഒരു സമയം, കൊല്ലം 30-35 കഴിഞ്ഞിരിക്കുകയാണ്. അവർക്ക് കൂടി നീതി കിട്ടാനുള്ള ഒരു അവസരമായി ഇതിനെ മാറ്റണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. ശ്രീ നമ്പ്യാർ. ഓക്കെ ബ്രിഗേഡിയർ സാർ, ഇപ്പം എന്തായാലും വാക്കാലൊരു ധാരണയിലെത്തിയല്ലോ വെടിനിർത്തൽ. പക്ഷേ എന്നിട്ടും ഇന്നലെ രാത്രിയും നമ്മൾ കണ്ടതാണ് അവിടെ അതിർത്തിയിൽ ഡ്രോൺ അറ്റാക്ക് ഒക്കെ ഉണ്ടായി. ഇന്നിപ്പോൾ പറഞ്ഞ പോലെ തീവ്രവാദികൾ കടന്നു കയറിയിരിക്കുന്നു. ഷോപ്പിയാനിൽ ഭീകരമായിട്ടുള്ള ഏറ്റുമുട്ടലാണ് നടന്നത്. എന്തായാലും 2 തീവ്രവാദികളെ കൊല്ലാൻ നമ്മുടെ സൈന്യത്തിന് സാധിച്ചു. ഈ ഒരു മെസ്സേജ്, ഈ വെടിനിർത്തൽ ധാരണ, അതുമായി ബന്ധപ്പെട്ട ഒരു സന്ദേശം താഴെത്തട്ടിൽ എത്തിയില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? സ്റ്റിൽ എന്തുകൊണ്ടാണ് ഇവരിപ്പോഴും ഡ്രോൺ ആക്രമണത്തിനും മറ്റ് സൈനികമായിട്ടുള്ള ഇടപെടലുകൾക്കും മുതിരുന്നത്? അതിനെ നമുക്ക് തുടങ്ങേണ്ടത് നമ്മുടെ അതിർത്തി രേഖ അല്ല, നിയന്ത്രണ രേഖയാണെന്നുള്ളതിൻ്റെ ഡിഫറൻസിയേഷൻ നമുക്ക് മനസ്സിലാക്കണം. നിയന്ത്രണ രേഖയാണെങ്കിൽ അവിടെ എപ്പോഴാണെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ ആ അഡ്വാൻറ്റേജ് ഫൈൻഡേഴ്സ് ആർ കീപ്പേഴ്സ്. അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ ആ അഡ്വാൻറ്റേജ് നമ്മൾ വെക്കും. അങ്ങനെയാണ് ഇത് 2002-2003 ലേറ്റസ്റ്റ് ആയിട്ടുണ്ടായിരുന്ന സീസ് ഫയർ അഗ്രിമെൻ്റ് ഉണ്ടായതും പിന്നെ 2021 അത് റീഅഫേം ചെയ്യാറുന്നത് എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ 2002 മുമ്പ് ഈ നിയന്ത്രണ രേഖയുടെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഷെല്ലിങ്ങും ആക്രമണങ്ങളും റെഗുലറായിട്ട് ഉണ്ടാകുമായിരുന്നു. അതിനാണെങ്കിലും ഞങ്ങളുടെയൊക്കെ സർവീസിൽ ആദ്യം തുടങ്ങുമ്പോൾ ചെറിയ സ്മോൾ ആംസ് മാത്രമേ, ചെറിയ റൈഫിളും ചെറിയ മെഷീൻ ഗൺസൊക്കെ മാത്രമേ ഉപയോഗിക്കുമായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് കുറച്ചായി കഴിഞ്ഞപ്പോൾ നമ്മളുടെ തന്നെ ഗവൺമെൻറ് ഇതുപോലെ ഈ ഇപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞ പോലെ ആർമിക്കാർക്ക് ഫ്രീ ഹാൻഡ് കൊടുത്തു എന്ന് വെച്ചിട്ട് ലോക്കൽ കമാൻഡേഴ്സിന് ഫ്രീ ഹാൻഡായിട്ട് കൊടുത്തിരുന്നു. ആ ഫ്രീ ഹാൻഡ് കൊടുത്തപ്പോഴാണ് പലപ്പോഴും നമ്മൾ ഓർഗനൈസ്ഡ് ആയിട്ട്, അതായത് റിപ്ലൈ മാത്രമല്ല, വെടിക്ക് വെടി, ഒരു വെടിക്ക് ഒരു വെടി റിപ്ലൈ ആയിട്ടല്ലാതെ ഇപ്പോൾ മോദി പറഞ്ഞ പോലെ ഗോലി കാ ജവാബ് ഗോലേസെ അങ്ങനെ പ്ലാൻ ചെയ്ത് പലപ്പോഴും ചെയ്തിട്ടുണ്ട്. അതും ഈ എസ്കലേഷനൊന്നും ഇല്ലാതെയാണ്, ഈ യുദ്ധങ്ങളൊന്നും ഇല്ലാതെയാണ്. ചെറിയ ലെവലിൽ തന്നെ ടാക്ടിക്കൽ കമാൻഡേഴ്സ്, അവിടെയുള്ള റീജിയണലായിട്ടുള്ള കമാൻഡേഴ്സ്, ബ്രിഗേഡിയേഴ്സ്, മേജർ ജനറൽസ് ഉള്ള ആ കമാൻഡേഴ്സിന് ഈ ഡിസിഷൻ എടുക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്ത്, അത് വലിയ അനൗൺസ്മെൻ്റ് ഒന്നും ഇല്ലാതെയാണെന്ന് ചെയ്തിരുന്നെങ്കിലും അത് ചെയ്തിരുന്നു. അങ്ങനെയാണ് ഒരു സമയം കഴിഞ്ഞപ്പോൾ പാകിസ്ഥാൻ 2002-2003 നമുക്കിത് സീസ് ഫയർ ആക്കാം എന്നുള്ള സിറ്റുവേഷൻ, വെടിനിർത്തലാക്കാം എന്നുള്ള സിറ്റുവേഷൻ വന്നത്. അത് കഴിഞ്ഞപ്പോൾ ഈ സിറ്റുവേഷൻ കഴിഞ്ഞപ്പോൾ ഇനി പതുക്കെ ഈ പ്രോസസ്സ് കുറച്ചൊന്ന് പോകുമെന്നാണ് എൻ്റെ കണക്കാക്കൽ. ഇത് കഴിയും, ഇത് ഒത്തിരി പോയി കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യും. പിന്നെ ഷോപ്പിയാനിൽ ഇപ്പം നടന്നതിൻ്റെ ബാക്കിയായിട്ട് നമ്മൾ എന്താണ് ഈ റിയാക്ട് ചെയ്യുന്നുള്ളത് നമ്മൾ പ്രഖ്യാപിച്ചു. ടെററിസ്റ്റ് അറ്റാക്ക് വരികയാണെങ്കിൽ നമ്മൾ യുദ്ധമായിട്ട് കണക്കാക്കുമെന്നും നമ്മൾ റെസ്പോണ്ട് ചെയ്യുമെന്നും പറഞ്ഞു. ഇനി ഈ റെസ്പോൺസ് നമ്മൾ ചെയ്യണം, മറക്കരുത്, ഇത് വിടരുത് എന്നാണ് എൻ്റെ റിക്വസ്റ്റ്. ഇൻഫാക്ട് ഗവൺമെൻറ്റിനോടും ആർമിക്കാരോടും ഉള്ള റിക്വസ്റ്റ് ഇതാണ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ റെസ്പോണ്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പൊള്ളത്തരാണ് പറഞ്ഞതെന്നുള്ളതാണ് മെസ്സേജ് വരാൻ പോകുന്നത്. ഭീകരവാദം ഇമ്മീഡിയറ്റ്ലി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റെസ്പോൺസ് കൊടുക്കണം. അത് എവിടെ കൊടുക്കുന്നത് എന്നുള്ള കാര്യം നമ്മളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. കറക്റ്റ്ലി ആണെങ്കിൽ നമുക്ക് അതിനുള്ള ഇൻ്റലിജൻസ്
ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഒരു ടെററിസ്റ്റിൻ്റെ അല്ലെ ഈ വന്ന ടെററിസ്റ്റിൻ്റെ ബേസിൽ തന്നെ ചെയ്യാൻ ഒക്കണം. സിവിലിയൻ കാഷ്വാലിറ്റീസും മിലിറ്ററി കാഷ്വാലിറ്റീസും ഇല്ലാതെ തന്നെ ചെയ്യാൻ ഒക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഈക്വലി സിംബോളിക്കായിട്ട് എവിടെയെങ്കിലും ഇത് ചെയ്യാൻ ഒക്കണം. ഈക്വലി സിംബോളിക്കായിട്ട് നമുക്ക് ചെയ്യാൻ വലിയ അത്രയ്ക്ക് വിഷമം ഉണ്ടാവേണ്ട കാര്യമല്ല. നമുക്ക് അതിനുള്ള കഴിവുണ്ടെന്നാണ് എൻ്റെ പക്ഷം. അത് ചെയ്താലേ നമ്മളുടെ ആ മെസ്സേജ് ടെററിസം ഇക്വലൻസ് ടു ആക്ട് ഓഫ് വാർ എന്നുള്ള കാര്യം മെസ്സേജ് അങ്ങോട്ട് പോകുള്ളൂ. അത് ചെയ്യണം. അതിർത്തി രേഖയിൽ അല്ലെങ്കിൽ നിയന്ത്രണ രേഖയിൽ ഉണ്ടാകുന്ന ഫയറിംഗ് എൻ്റെ എസ്റ്റിമേറ്റിൽ ഗോയിങ് ബൈ പാസ്റ്റ് എക്സ്പീരിയൻസ് ഇത് കുറച്ച് സമയം നിന്ന് പിന്നെ ലോക്കൽ കമാൻഡേഴ്സ് തന്നെ ഇത് ഇല്ലാതാക്കും. കാരണം നമുക്കതിനുള്ള കേപ്പബിലിറ്റി ഉണ്ട്, നമുക്കത് നേരത്തെ ചെയ്തിട്ടുള്ള പരിചയമുണ്ട്. ആ ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ അത് ലോക്കലായിട്ട് അത് ചെയ്ത് കഴിയുമ്പോൾ അത് പിന്നെയും കൂളാകുമെന്നാണ് എൻ്റെ പക്ഷം. ഡ്രോണുകൾ ലാസ്റ്റ് ഐറ്റമാണ് ഡ്രോണുകളാണ് പാകിസ്ഥാൻ അൺപിക്കിട്ടേക്കുന്ന ലേറ്റസ്റ്റ് ടോയ്സ്, ലേറ്റസ്റ്റ് കളിപ്പാട്ടങ്ങളാണിത്. ഇതെവിടെയെങ്കിലും അവർ കുറച്ച് പ്രയോഗിക്കട്ടെ. അത് നമ്മൾക്കാണെങ്കിലും അത് ശ്രമിക്കാൻ അതിനെതിരായിട്ട് ആൻറ്റി UAS ആൻറ്റി ഡ്രോൺ കാര്യങ്ങൾ ടെസ്റ്റ് ഔട്ട് ചെയ്യാനും ഇത് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരമാണ്. നമ്മൾക്കത് ബെറ്റർ ആക്കാൻ നോക്കും. ഇപ്പോൾ നമ്മൾ തീരേണ്ടതാണ്. പക്ഷേ ഇതിൻ്റെ ഡ്രോണിൻ്റെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മാനുഫാക്ചറേഴ്സ് ഓഫ് ഡ്രോൺസ് ആണ് ചൈനയും ടർക്കിയും. രണ്ടുപേരും കൈ അയച്ച് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് നമുക്ക് കാണാവുന്നത്. ഒരു കപ്പലും ഒരു എയർക്രാഫ്റ്റും രണ്ടും ടർക്കിയിൽ നിന്ന് വന്ന് ലാൻഡ് ചെയ്തെന്നാണ് അറിവുള്ളത്, പഹൽഗാമിനും ഈ സിന്ദൂറിൻ്റെ ആദ്യത്തെ ഫേസിന് മുമ്പ്. അപ്പോൾ ഇവർ ചെയ്യുന്നുണ്ട്. അത് കമേർഷ്യൽ റീസൺസ് ആയിരിക്കാം, കംപ്ലീറ്റ്ലി കമേർഷ്യൽ റീസൺസ് ആയിരിക്കാം. അവർക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള വിവരങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ ഇത് മേ ബി പ്യൂർലി കമേർഷ്യൽ റീസൺസ് ആയിരിക്കാം. പക്ഷേ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഡ്രോണും ചിലവാകുമല്ലോ. അവരുടെ ഇപ്പം നമ്മൾ ഡ്രോൺ ഉണ്ടാക്കുന്നത് നമ്മളുടെ ഇൻറ്റേർണൽ പ്രൊഡക്ഷനാണ്. നമ്മൾ വേറെ ആരിൽ നിന്ന് വാങ്ങുകയല്ല ചെയ്തത്. നമ്മൾ സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്തുള്ള ഡ്രോൺസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ഇൻഫാക്ട് ഇസ്രായേലിൽ നിന്ന് വാങ്ങിച്ചതുമായിട്ട് അവരുമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് നമ്മൾക്ക് അതിലും ബെറ്റർ ആക്കുന്നുണ്ട്. ഈ S-400 വാങ്ങിച്ചത് ഇൻഫാക്ട് ഞാൻ ഇന്നലെ വേറൊരു പ്രോഗ്രാമിൽ പറയുകയും ചെയ്തിരുന്നു. ആക്ച്വലി അന്ന് പ്രതിരോധ മന്ത്രി ആയിരുന്ന മനോഹർ പാരിക്കറും വളരെ ഹ്യൂജ് കോൺട്രിബ്യൂഷൻ. അത് ആ കറക്റ്റ് സമയത്തിന് നമ്മളത് എല്ലാ പ്രഷേഴ്സും വിത്ത്സ്റ്റാൻഡ് ചെയ്ത് S-400 വാങ്ങിച്ചത് ഒരു ഹ്യൂജ് മേജർ ഡിസിഷനാണ്. S-400 അതിനെ ബേസ് ചെയ്ത് അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു എയർ ഡിഫൻസ് സിസ്റ്റമാണ് ഇപ്പം നമുക്ക് പ്രൂവൺ ആയിട്ട് വന്നത്. ഈ പ്രൂഫ് നമുക്ക് എല്ലാത്തിലും തന്നെ ചെയ്യാവുന്ന കാര്യമാണ്. എല്ലാത്തിലും ചെയ്യാൻ ഇതുപോലൊരു ചെറിയ ചൂടുണ്ടെങ്കിൽ നമുക്കിത് ബെറ്റർ ആകുമെന്നാണ് എൻ്റെ കണക്കാക്കൽ. തണുത്ത് പോയാൽ നമ്മളും എല്ലായിടത്തും തന്നെ അറ്റൻഷൻ പോകും. ഇത് വേണോ, നമുക്കിതിന് ചിലവാക്കുന്നതെന്നൊരു ക്വസ്റ്റ്യൻ വരും. ആ ക്വസ്റ്റ്യൻ വരാതിരിക്കട്ടെ. ഇത് പാകിസ്ഥാനിൽ ഭീകരവാദത്തിനുള്ള അതിനുള്ള വെള്ളവും കൊടുക്കുന്നതിന് അത് നിർത്തണം എന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റിന് വേദനിക്കണം. എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അതിന് അവരുടെ മിലിറ്ററി, അവരുടെ സിവിലിയൻ ബ്യൂറോക്രസി ആൻഡ് അവരുടെ എലീറ്റ് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അവർക്ക് നോവണം. ആ നോവാനുള്ള സിസ്റ്റം നമുക്കിനി ഈ ഒരു ഘട്ടം കഴിഞ്ഞിട്ടാണെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യണം. അത് ഏത് വഴി എന്തൊക്കെ ഡിപ്ലോമാറ്റിക് ടെക്നോളജിക്കൽ വാട്ടെവർ എന്ത് വഴി ചെയ്യുകയാണെങ്കിലും അത് നമ്മൾ ചെയ്തേ ബ്രിഗേഡിയർ സർ ഓൾമോസ്റ്റ് ഓൾ ഇത് യുദ്ധം തീർന്നു അല്ലെങ്കിൽ യുദ്ധം സീസ് ഫയർ ആയി എന്നുള്ള ഈ എയർബേസസ് എല്ലാം തകർത്തു എന്നല്ലേ പറയുന്നത്? അപ്പോൾ ഏകദേശം നടുവൊടിഞ്ഞ അവസ്ഥയിലല്ലേ? അതിപ്പോഴല്ലേ സാർ ഒരു എയർബേസ് റിപ്പയർ എടുക്കാൻ റാപ്പിഡ് റിപ്പയർ നമ്മൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ റിപ്പയർ ചെയ്യുന്ന സിസ്റ്റംസ് ഉണ്ട്, എല്ലാവർക്കും തന്നെ ഉണ്ട്. എനി എയർഫോഴ്സുകാർക്ക് ഇതൊക്കെ ട്രെയിനിങ്ങുകളാണ്, പ്രാക്ടീസ് ചെയ്യുന്നതാണ്. നമ്മൾ ഇത് പ്രതീക്ഷിച്ചും ഇതിനെതിരായിട്ട് ഇതിന് കൗണ്ടറായിട്ട് എന്ത് ചെയ്യാമെന്നുള്ളതും എനി റീസണബിൾ എയർഫോഴ്സ് അത് പ്രാക്ടീസ് ചെയ്തതാണ്, അവരും ചെയ്യുന്നുണ്ടാവും. പക്ഷെ അതല്ലല്ലോ പോയിന്റ്. ആ ഒരു എയർബേസ് തകർത്തുകൊണ്ടായില്ല. നമുക്ക് പല കാര്യങ്ങളും ഇനി കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ ഈ വേരോടെ പറിക്കുക എന്നുള്ളത് വർഗീസ് സാർ പറഞ്ഞ പോലെ, ഭവൻ വർഗീസ് സാർ പറഞ്ഞ പോലെ പാതാളക്കരണ്ടി പറിച്ചെടുക്കണമെന്നെങ്കിൽ എളുപ്പമല്ല. അത് ഇത്തിരി മെനക്കെട്ടാൽ ഇത് എടുക്കാനൊക്കെ ഉള്ളൂ. ആ മെനക്കേട് നമുക്ക് അത് സഹിക്കണം. അത് ചെയ്യുമ്പോൾ നമുക്ക് ആ ചെയ്യുന്നതിനെ നമ്മളുടെ രാജ്യത്തിന് അകത്ത് അന്തഛിദ്രങ്ങൾ ഉണ്ടാകാതിരിക്കണം. അത് നമ്മൾ ചെയ്യുന്ന ഒരു അമേരിക്കയിലൊക്കെ പറയുന്ന ബ്ലൂ റിബൺ
പരിപാടിയായിരിക്കണം. അക്രോസ് ദി എയിൽ എല്ലാ പാർട്ടികളും ഇതിൽ യോജിക്കണം എന്നാണ് എൻ്റെ ഫീലിംഗ്. ഓക്കെ, എനിക്ക് 1-2 ചോദ്യങ്ങൾ കൂടി താങ്കളോട് ചോദിക്കാനുണ്ട്. അത് അടുത്ത ടേണിൽ ആവാം. മോഹൻ വഗീസ, ഇനി നമുക്ക് അമേരിക്കയുടെ ഇടപെടൽ. ട്രംപ് അവകാശപ്പെടുകയാണ് അദ്ദേഹമാണ് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള വെടിനിർത്തലിൽ ഇടപെട്ടത് എന്നാണ്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, അതായത് ഞാൻ പറഞ്ഞു ഞങ്ങൾ നിങ്ങളുമായി ധാരാളം വ്യാപാരം നടത്താൻ പോവുകയാണ്, അതിനാൽ ഇത് നിർത്തുക. നിങ്ങളിത് അവസാനിപ്പിക്കുകയാണെങ്കിൽ നാം വ്യാപാരം ചെയ്യും, നിർത്തുന്നില്ലെങ്കിൽ ഒരു വ്യാപാരവുമില്ല. പൊടുന്നതിനെ അവർ പറഞ്ഞു ഞങ്ങൾ നിർത്താം. ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ട്, ഇതിൽ അമേരിക്കയുടെ സഹായം ഭാരതം ഒരു ഘട്ടത്തിൽ പോലും അഭ്യർത്ഥിച്ചിട്ടില്ല. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് വാൻസുമായിട്ട് പ്രധാനമന്ത്രി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ ഈ വെടിനിർത്തൽ കാര്യങ്ങളൊന്നും ചർച്ചയായിട്ടേയില്ല എന്നാണ് പറയുന്നത്. മാത്രമല്ല, നമുക്കറിയാവുന്നതുപോലെ പാകിസ്ഥാനാണല്ലോ വെടിനിർത്തലിനായി ഭാരതത്തോട് യാചിച്ചത്, അല്ലേ? പാകിസ്ഥാൻ തന്നെ ഒരു പക്ഷേ ഇക്കാര്യം അമേരിക്കയെ ധരിപ്പിച്ചിട്ടും ഉണ്ടാകാം. സ്വാഭാവികമായി ഞാനറിയാതെ ഒരു പ്രശ്നവും ലോകത്തെ ഒരു പ്രശ്നവും അവസാനിക്കരുത് എന്ന നിർബന്ധ ബുദ്ധിയുള്ള ട്രംപ് ഒരുപക്ഷെ കയറി കൊത്തിയതായിരിക്കില്ലേ ഇതിൽ? അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും നടന്നിട്ടുണ്ടോ ഈ വിഷയത്തിൽ? എന്തായിരിക്കാം യഥാർത്ഥത്തിൽ ട്രംപിൻ്റെ റോൾ എന്തായിരിക്കാം? ശ്രീ അനിൽ, ഇമ്മിണി വലിയ ഒരു മമ്മൂഞ്ഞി, ഇതാണ് യഥാർത്ഥത്തിൽ ട്രംപ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ തന്നെയാണ് എന്ന് വീണ്ടും വീണ്ടും ഓർപ്പിക്കുകയാണ്. അത് ഓർപ്പിച്ചത് കൊണ്ട് അത് നമ്മളാകുമോ? അതാണ് 3 പ്രാവശ്യം കഴിഞ്ഞ 3 ദിവസത്തിനുള്ളിൽ 3 പ്രാവശ്യമാണ് ട്രംപിൻ്റെ വായിൽ നിന്ന് അരുതാത്തത് വരുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ട്വീറ്റിലൂടെയോ പ്രസ്താവനയിലൂടെയോ നയതന്ത്ര ബന്ധത്തിന് ചേരാത്ത അല്ലെങ്കിൽ സ്റ്റേറ്റ്സ്മാൻഷിപ്പിന് ചേരാത്ത പ്രയോഗങ്ങൾ ഉണ്ടാകുന്നത്. നമ്പർ 1, ഹിസ് ക്ലെയിം 5 മണിയായപ്പോൾ വെടിനിർത്തൽ കരാർ വരുന്നു. 2 ദിവസം മുൻപ് അദ്ദേഹം 5:33 ആയപ്പോൾ ഇന്ത്യൻ സമയമാണ് അദ്ദേഹം ക്ലെയിം ചെയ്തിരിക്കുന്നു, ഞാൻ 2 രാജ്യങ്ങളോടും സംസാരിച്ച് ഒരു ധാരണയിലെത്തിയിട്ടുണ്ട്, വെടിനിർത്തലുള്ള അന്തരീക്ഷം ഞാനാണ് ഉണ്ടാക്കിയെടുത്തത്. ക്ലെയിമാണ്. യഥാർത്ഥത്തിൽ ഒരു സ്റ്റേറ്റ്സ്മാൻ എന്താണ് ചെയ്യേണ്ടത്? അദ്ദേഹത്തിന് എന്തെങ്കിലും റോൾ ഇൻഡയറക്റ്റ്ലി ഉണ്ടെങ്കിൽ പോലും അത് പുറത്ത് പറയാതിരിക്കുക. പക്ഷേ അത് അക്നോളജ് ചെയ്യപ്പെടും. ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ അത് ആത്യന്തികമായി അത് ഇൻഡയറക്റ്റ്ലി അക്നോളജ് ചെയ്യപ്പെടും. ഇന്ത്യയുടെ ഒരു വിദേശ നയത്തിൻ്റെ ആണിക്കല്ലെന്ന് പറയുന്നത് ബൈലാറ്ററലിസം 72 മുതലുള്ള പോളിസിയാണ്. ഔപചാരിക വിദേശ നയത്തിൻ്റെ ഭാഗമാണ് ഉഭയകക്ഷി. അത് പാകിസ്ഥാനുമായിട്ടല്ല, ഏത് രാജ്യവുമായി തർക്കമുണ്ടെങ്കിലും നമ്മൾ അത് ഐക്യരാഷ്ട്ര സംഘടനയിലേക്ക് കൊണ്ടുപോകില്ല. ഒരിക്കൽ കൊണ്ടുപോയത് മതിയായി. നെഹ്റുവിൻ്റെ കാലത്ത് കൊണ്ടുപോയതിൽ നമ്മൾ ഖേദിക്കുന്നു. അത് നെഹ്റു തന്നെ മാറ്റി പറഞ്ഞിട്ടുണ്ട്, പിന്നീട് ഞാൻ ഖേദിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഐക്യരാഷ്ട്ര സംഘടനയാകട്ടെ 1965 നടന്നതുപോലെ റഷ്യയുമായി അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ്റെ മധ്യസ്ഥതയിൽ താഷ്കൻറ്റിൽ വെച്ച് ഉടമ്പടി ഒപ്പിട്ടതുപോലെ അല്ല, 72 മുതൽ ഒരു വിഷയത്തിനും ഭാരതം തേർഡ് പാർട്ടി മീഡിയേഷൻ മധ്യസ്ഥത സ്വീകരിച്ചിട്ടില്ല. അത് നമ്മുടെ നയമല്ല. അതാണ്. അപ്പം അവിടെ ഇതറിയാവുന്ന ആളാണ് ട്രംപ്, ഇതറിയാവുന്ന ആളാണ് JD വാൻസ്, ഇതറിയാവുന്ന ആളാണ് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ. അപ്പം അവർ ഇടപെട്ട് തിരുത്തുന്നതിന് പകരം അവരെല്ലാം ഇതിങ്ങനെയാണ് എന്ന് പറഞ്ഞു വെച്ചതാണ് ഒരു കാര്യം. ഇന്ത്യയുടെ സ്ഥിരീകരണം വരുന്ന 6 മണിക്കാണ്. പക്ഷേ അത് കറക്റ്റായി വന്നു. പക്ഷേ അതിന് മുൻപ് തന്നെ പറഞ്ഞത് ആശയക്കുഴപ്പം ഉണ്ടാക്കി എന്നത് അത് നിഷേധിച്ചിട്ട് കാര്യമില്ല. ഒരു ആശയക്കുഴപ്പം അവിടെ ഉണ്ടായി. പക്ഷേ അതിന് മറുപടി കൊടുക്കണം. അത് മറുപടി ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് വരുന്നതിന് മുമ്പേ മറ്റൊരു ആശയക്കുഴപ്പം കൂടി ട്രംപ് ഉണ്ടാക്കി. അതെന്താണ്? ഇന്ത്യയുടെ പ്രഖ്യാപിത നയമാണ് ബൈലാറ്ററലിസത്തിലൂടെ നമ്മൾ തർക്കങ്ങൾ പരിഹരിക്കും. പക്ഷേ കാശ്മീർ ഒരു തർക്ക വിഷയമല്ല. കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാണല്ലോ. ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായ കാശ്മീർ എങ്ങനെയാണ് തർക്ക വിഷയമാകുക? അപ്പോൾ കാശ്മീരിനെക്കുറിച്ച് ഒരു ടോക്ക് ഉണ്ടാവില്ല. ഉഭയകക്ഷി അടിസ്ഥാനത്തിലോ അല്ലാതെയോ ഉണ്ടാവില്ല. കാരണം ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇന്ത്യയുടെ ഭാഗമായ ഒരു വസ്തുവിനെക്കുറിച്ച്, ഒരു പ്രദേശത്തെക്കുറിച്ച്, ആളുകളെക്കുറിച്ച് കവലയിലിരുന്ന് ആരും സംസാരിക്കേണ്ട ആവശ്യമില്ല. ഇത് ഇവിടുത്തെ ആഭ്യന്തര കാര്യമാണ്. ഇറ്റ്സ് ഇൻറ്റേർണൽ പാർട്ട് ഓഫ് ഇന്ത്യ. അതാണ്. മൂന്നാമതേയും ട്രംപ് കഴിഞ്ഞ ദിവസം മറ്റൊരു വെടിയും കൂടി പൊട്ടിച്ചു. ഞാനാണ്
ഈ രണ്ട് രാജ്യങ്ങളെയും പറഞ്ഞൊന്ന് വരട്ടിയത് വ്യാപാര ബന്ധം, അമേരിക്കയുമായിട്ടുള്ള വ്യാപാര ബന്ധം നഷ്ടപ്പെട്ടാൽ ഇന്ത്യ പട്ടിണി കിടക്കും, പാകിസ്ഥാനും പട്ടിണി കിടക്കും. അവർ പേടിച്ച് വരണ്ട്, അച്ചായ ഞങ്ങളെ സഹായിക്കണം, ഞങ്ങൾ എന്തും ചെയ്യാം, ഞങ്ങൾ കരാറിൽ ഏർപ്പെടാം. അങ്ങനെ ഉണ്ടായ വെടിനിർത്തലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് എട്ടുകാലി മമ്മൂഞ്ഞിൻ്റെ പ്രയോഗങ്ങളാണ്. ഇതിനുള്ള മറുപടി കൃത്യമായി നരേന്ദ്രമോദി കൊടുത്തു. കാശ്മീർ സംസാരിക്കാൻ ഇന്ത്യ തയ്യാറല്ല. പക്ഷേ ഇന്ത്യ സംസാരിക്കില്ല എന്ന് പറയില്ല, സംസാരിക്കും. പറഞ്ഞുതരാം. സംസാരിക്കുന്നത് ഒന്ന്, പാക് അധിനിവേശ കാശ്മീരിൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ച് സംസാരിക്കും. രണ്ട്, പാകിസ്ഥാനിലെ തീവ്രവാദ ക്യാമ്പുകളെക്കുറിച്ച് സംസാരിക്കും. പാകിസ്ഥാൻ ആർമിയും ഗവൺമെൻറ്റും തീവ്രവാദികൾക്ക് ചെയ്യുന്ന ഒത്താശകളെക്കുറിച്ച് സംസാരിക്കും. അതുമാത്രമല്ല, തീവ്രവാദികളെ കൈമാറാൻ തയ്യാറാണെങ്കിൽ അതും സംസാരിക്കും. സംസാരിക്കില്ല എന്ന നിലപാടൊന്നും ഇന്ത്യക്കില്ല. പക്ഷേ എന്ത് സംസാരിക്കുമെന്ന് ഇന്ത്യ തീരുമാനിക്കും. ഇതിൻ്റെ പേരാണ് സ്ട്രാറ്റജിക് ഓട്ടോണമി. നമ്മുടെ വിദേശ നയത്തിൻ്റെ ഭാഗമാണിപ്പോൾ. പണ്ടങ്ങനെ ആയിരുന്നില്ല. തന്ത്രപ്രധാനമായ പരമാധികാരമാണ്, സ്ട്രാറ്റജിക് ഓട്ടോണമിയാണ്. ഇതനുസരിച്ച് ഇന്ത്യ പ്രവർത്തിക്കൂ. അതിൻ്റെ അർത്ഥം എന്താ? ഒന്ന്, ട്രംപിനോട് പോയി പണി നോക്കാൻ പറഞ്ഞിരിക്കുക. ഒന്ന്, അത് ഇൻഡയറക്റ്റായിട്ടാണ് പറയുന്നത്. ട്രംപ് അല്ല, ഇത് ഇന്ത്യ തീരുമാനിച്ചതാണ്. ആരും ക്ലെയിം എടുക്കാൻ ഇങ്ങോട്ട് വരണ്ട. അതാണൊന്ന്. രണ്ട്, നിയന്ത്രണ രേഖ എന്നത് ലൈൻ ഓഫ് കൺട്രോൾ. അങ്ങനെ ഒരു കാര്യമുണ്ടോ ഇനിയും? ഇല്ലല്ലോ. പാകിസ്ഥാൻ ഏകപക്ഷീയമായി 1972 സിംല കരാറിൽ നിന്നും ഏകപക്ഷീയമായി പിന്മാറിയല്ലോ. ദർ ഇസ് നോ ലൈൻ ഓഫ് കൺട്രോൾ. അതിനർത്ഥം ഇന്ത്യ ഹാസ് ദി ഓപ്ഷൻ ടു മൂവ് അക്രോസ് ദി LOC. എന്ന് പറഞ്ഞാൽ LOC ഇല്ല, ഇല്ലാത്ത ലൈൻ എങ്ങനെയാണ് മറികടക്കേണ്ട ആവശ്യമില്ലല്ലോ. ആ ഒരു ഓപ്ഷൻ ഇന്ത്യ നിലനിർത്തി. അത് വ്യക്തമായ സൂചനയാണ്. അതാണ് നമ്മളൊരു പ്രസ്താവനയെ അല്ലെങ്കിൽ ഒരു പ്രഭാഷണത്തെ രാജ്യത്തോടായി പ്രധാനമന്ത്രി ചെയ്യുന്ന അഡ്രസ്സിനെ നമ്മൾ ഇൻറ്റർപ്രറ്റ് ചെയ്യുമ്പോൾ ആ രീതിയിലുള്ള ചിത്രമാണ് വരുന്നത്. മൂന്നാമത്തേത്, ഒരു കരാർ ഉണ്ടായിരുന്നല്ലോ 1960 നദീജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് സിന്ധു നദീജല കരാർ. അതിൽ നിന്നും ഭാരതം തൽക്കാലം മരവിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. അത് പുനരുജ്ജീവിപ്പിക്കണോ വേണ്ടായോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും. അതിൻ്റെ അടിസ്ഥാനം നിങ്ങൾ എങ്ങനെയാണ് ഭീകരതയെ അവിടെ നേരിടുന്നത്, അതനുസരിച്ച് പ്രോഗ്രസ് റിപ്പോർട്ട് അനുസരിച്ച് ഞങ്ങൾ തീരുമാനിക്കും. അതുകൊണ്ടാണ് രക്തവും ജലവും ഒരുമിച്ചൊഴുകില്ല. ടെറർ ആൻഡ് ട്രേഡ് വിൽ നോട്ട് ഹാപ്പൻ ടുഗദർ. അതുമാത്രമല്ല, ടെറർ ആൻഡ് ടോക്ക് വിൽ നോട്ട് ഹാപ്പൻ. നിങ്ങൾ ആയുധം താഴെ വെക്ക്, നിങ്ങൾ തീവ്രവാദികളെ സഹായിക്കുന്നിടത്ത് നമുക്ക് സംസാരിക്കാം. കണ്ടീഷണലാണ്. എനി ടോക്ക് ഡൺ ബൈ ഇന്ത്യ ഇൻ ദ ഫ്യൂച്ചർ വിൽ ബി കണ്ടീഷണൽ. അതുകൊണ്ടാണ് അമേരിക്കയോട് അഭിപ്രായം ചോദിച്ചില്ല. അമേരിക്കയുടെ അഭിപ്രായം ഇവിടെ വേണ്ട. മറ്റ് കാര്യങ്ങളിൽ ആഗോള താപനത്തെക്കുറിച്ച് നമുക്ക് വേണേൽ സംസാരിക്കാം, മറ്റ് ഭൗമരാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കാം. പക്ഷേ ഇത് ഞങ്ങളുടെ കാര്യമാണ്, ആഭ്യന്തര കാര്യമാണ്. അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത രീതിയിൽ നരേന്ദ്രമോദിയുടെ ഒരു ക്ലാരിഫിക്കേഷൻ വന്നപ്പോഴാണ് ആശയക്കുഴപ്പം മാറിയത്. പക്ഷേ ആശയക്കുഴപ്പം മാറിയെങ്കിലും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ ചോദ്യങ്ങൾ ഉണ്ടാകും. സേനാപതി വേണുവിൻ്റെ പാർട്ടി അതാണ് ഇപ്പോൾ ആയുധമാക്കിയിരിക്കുന്നത്. അതൊരു 3-3.5 വർഷം അല്ലെങ്കിൽ അടുത്ത പൊതുതെരഞ്ഞെടുപ്പ് വരെ 2029 നടക്കുന്ന അമേരിക്കൻ വിധേയത്വം അല്ലെ സോക്കോൾഡ്. അതെ, ഇത് മാറിയ സാഹചര്യത്തിൽ അമേരിക്കയുമായി ഇപ്പോൾ ട്രേഡ് നെഗോസിയേഷൻ നടക്കുകയാണ്. ഒരു സമഗ്ര ഉഭയകക്ഷി വ്യാപാര കരാറിൻ്റെ ഒരു ഘട്ടത്തിലാണ്. അപ്പോൾ ട്രംപ് പറയുന്നത് ഞാനൊരു ഡീലറാണ്, ഞാനൊരു കച്ചവടക്കാരനാണ്, ഞാനൊരു ഡീലറാണ്. ഈ നയതന്ത്ര ബന്ധവും ഡീലാണെന്നാണ്. ഇദ്ദേഹത്തിന് ഡീൽ എന്നൊരു വാക്ക് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ നിഘണ്ടുവിൽ. എന്തും ഞാനങ്ങ് ഡീൽ ചെയ്ത് കളയും. പക്ക കച്ചവടക്കാരൻ്റെ സംസാരമാണ്. ഒരു സ്റ്റേറ്റ്സ്മാനായി ഒരു കച്ചവടക്കാരിൽ നിന്നും ഒരു നേതാവ് സ്റ്റേറ്റ്സ്മാനായി വളരുമ്പോഴാണ് ലോകം ആദരിക്കുന്നത്. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ സാറ്, ഇവിടെ നമുക്കറിയാം നരേന്ദ്രമോദിയുടെ ഒരു പൊസിഷൻ ഇപ്പോഴും എവിടെയാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? ഇനി ഈ കൊതിക്കറിവാണോ കാരണം? ഇപ്പോൾ നരേന്ദ്രമോദി പറയുന്നുണ്ട് ട്രംപ് എൻ്റെ ഫ്രണ്ടാണ്, ഡൊണാൾഡ് ട്രംപ് പറയുന്നുണ്ട് മോദി എൻ്റെ ഫ്രണ്ടാണെന്ന്. പക്ഷേ ആ ഒരു സൗഹൃദം ഈ ഒരു ഇഷ്യൂവിൽ അത് വന്നോ എന്നുള്ള പ്രകടമായോ എന്നുള്ള സംശയം ബാക്കിയാവുകയാണ്. അങ്ങനെ തോന്നുന്നില്ലേ? ഇനിയിപ്പോൾ എൻ്റെ ഒരു സ്ഥാനം അപ്രസക്തമാകുന്നു എന്ന തോന്നലിൽ നിന്ന് ഉടലെടുത്തതായിരിക്കുമോ ട്രംപിൻ്റെ ഈ അവകാശവാദം? എനിക്ക് തോന്നുന്നത് ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ, പൊതുവെ ഇന്ത്യൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ വ്യക്തിപരമായ
കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. നരേന്ദ്രമോദി എന്ന വ്യക്തിയല്ല, ഹീ ഈസ് റെപ്രസെൻറ്റിങ് 142 crores of people. ഡൊണാൾഡ് ട്രംപ് ഈസ് റെപ്രസെൻറ്റിങ് 32 crores of people. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന ഭാരതം, ശക്തമായ ജനാധിപത്യ അടിത്തറയുള്ള അമേരിക്ക, അതിൻ്റെ നേതൃത്വം, ഈ നേതൃത്വങ്ങൾ തമ്മിൽ ബന്ധമുണ്ട്. എത്ര വലിയ ഇക്കോണമിയാണ് അമേരിക്ക എന്നത് വിഷയമല്ല. കാരണം ഇതൊരു ഇന്ത്യയുടെ ഒരു വളർന്നു വരുന്ന ഭാരതത്തിൻ്റെ ഇൻ്റർനാഷണൽ പൊസിഷനിങ് എന്നത് വളരെ കൃത്യമാണ്. നമുക്ക് ഇന്ത്യ ഒരു നേതാവിൻ്റെ ക്വാളിറ്റി എന്താണ്? അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിപരമായ സ്റ്റേച്ചറല്ല, മറിച്ച് സ്വന്തം രാജ്യത്തെ പൊസിഷൻ ചെയ്യാനും ഷോക്കേസ് ചെയ്യാനും ദിശാബോധത്തോടു കൂടി നയിക്കാനും കഴിയണം. നയവ്യതിയാനം ആവശ്യമുള്ളപ്പോൾ രാജ്യത്തിൻ്റെ ജനതയെ, പ്രതിപക്ഷത്തെ ഉൾപ്പെടെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ദിശാബോധം നൽകാൻ കഴിയണം. ദാറ്റ് ഈസ് കോൾഡ് ലീഡർഷിപ്പ്, ദാറ്റ് ഈസ് കോൾഡ് സ്റ്റേറ്റ്സ്മാൻഷിപ്പ്. അത് കാട്ടുന്ന ഒരു നേതാവ് നരേന്ദ്രമോദിയാണ്. ഇന്ദിരാഗാന്ധി മുൻകാലങ്ങളിൽ കാട്ടിയിരുന്നു, ജവഹർലാൽ നെഹ്റു കാട്ടിയിരുന്നില്ല എന്ന് പറയുന്നില്ല. അബദ്ധങ്ങൾ കാട്ടിയിട്ടുണ്ട്, മുൻകാലങ്ങളിൽ അബദ്ധം പറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ ശക്തമായി ശത്രുവിന് മറുപടിയും കൊടുത്തിട്ടുണ്ട്, അതത് സമയത്തുള്ള പൊട്ടൻഷ്യൽ അനുസരിച്ച്. പക്ഷേ മോദി ഒരു കാര്യം കൂടെ കൂട്ടി പറഞ്ഞു, ഇപ്പോൾ വൈകി പറയുന്നൊരു കാര്യമാണ്, നമ്മുടെ ശക്തിയാണ് നമ്മുടെ സമാധാനത്തിൻ്റെ അടിസ്ഥാനം. ആ ശക്തി വൈദേശിക സഹകരണം മാത്രം ഉപയോഗിച്ച് നേടിയെടുക്കേണ്ടതല്ല, ഇൻറ്റേർണലി നമ്മുടെ ആ ഒരു ശക്തി സമാഹരണം ഉണ്ടാകണം. ഇന്ത്യയുടെ ഡയസ്പോറ വലിയ രീതിയിൽ അത് പ്രവർത്തിക്കുന്നു, നമുക്കൊരു ഗുഡ് വിൽ ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നു. ഇൻറ്റേർണലി ഇൻഡിജനൈസേഷൻ ഓഫ് ദ വെപ്പൺ സിസ്റ്റം. വിദേശത്തു നിന്ന് നമുക്ക് സോഴ്സ് ചെയ്യുന്ന വെപ്പൺസ് ഉണ്ട്, അതിൻ്റെ പ്രഹരശേഷി നമ്മൾ കണ്ടതാണ്. അതുമാത്രമല്ല ന്യൂ ടാറ്റിക്സ്, എവറി ടൈം ഇന്ത്യ അഡോപ്റ്റ്സ് എ ന്യൂ ടാറ്റിക്. ഇപ്പോൾ നോക്കൂ, പാകിസ്ഥാൻ്റെ എയർ ഫീൽഡ് അല്ലെങ്കിൽ വ്യോമ അതിർത്തി ഭേദിക്കാതെ ഇന്ത്യയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ മിസൈലുകൾ അയച്ചാണ് 9 ഭീകര കേന്ദ്രങ്ങളെ തകർത്തത്. അതുമാത്രമല്ല പിന്നീട് നടത്തിയ ആക്രമണങ്ങളും കടലിൽ നിന്നും കരയിൽ നിന്നുമുള്ള വിമാനങ്ങൾ പാകിസ്ഥാൻ്റെ വ്യോമാതിർത്തി ലംഘിക്കാതെ നടത്തി. പ്രിസിഷൻ സ്ട്രൈക്കാണ്, നോ കൊളാറ്ററൽ ഡാമേജ്. അത് എണ്ണിപ്പറയുന്നു സൈനിക നേതൃത്വവും രാഷ്ട്രീയ നേതൃത്വവും എണ്ണിപ്പറയുന്നു. എത്രയെല്ലാം വ്യാജ പ്രചരണം നടത്തിയാലും ആക്രമിക്കാൻ ഇന്ത്യ ഉദ്ദേശിച്ച കേന്ദ്രങ്ങൾ കൊളാറ്ററൽ ഡാമേജ് ഇല്ലാതെ ആക്രമിക്കാനുള്ള വിദ്യ, സാങ്കേതിക വിദ്യ, അതിനുള്ള ട്രെയിനിങ്, അതിനുള്ള സ്കില്ല് ഇന്ത്യ ആർജിച്ചിരിക്കുന്നു. ഇത് ലോകരാജ്യങ്ങൾ കാണുന്നുണ്ട്. നമ്മുടെ വെപ്പൺസിൻ്റെ പ്രഹരശേഷി മാത്രമല്ല, നമ്മുടെ ഒരു വില്ലിങ്നെസ്, എബിലിറ്റി ആൻഡ് സ്കിൽ, ഇതെല്ലാം തന്നെ ലോകരാജ്യങ്ങൾ കാണുന്നുണ്ട്. പുതിയ അനുഭവമാണ്. അതുകൊണ്ടാണ് ന്യൂ ലുക്ക് ഇന്ത്യ ആൻഡ് ന്യൂ ലുക്ക് ഫോറിൻ പോളിസി ഫോർ ഇന്ത്യ. ഇത് ലോകത്തോടായി പറയാൻ പറ്റുന്നത് യഥാർത്ഥത്തിൽ യുദ്ധസമയത്താണ്. ഇത് പരമാവധി ഉപയോഗിച്ചു. അങ്ങനെയാണ് ലോക നേതാക്കളുടെ ഇടയിൽ അല്ലെങ്കിൽ ലോക രാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ സ്ഥാനം കുറച്ചുകൂടെ ഗൗരവമായി ഇന്ത്യ പരിഗണിക്കും. ചൈനയ്ക്കാണ് ഏറ്റവും വലിയ അടി പറ്റിയതിനകത്ത്. ചൈനീസ് നിർമ്മിത ആയുധങ്ങൾ വെറും ഓലപ്പടക്കമായിരുന്നു എന്നും തെളിഞ്ഞു. PL-15 മിസൈലുകൾ തകർത്ത് ഭസ്മമാക്കിയില്ലേ, തവിട്ട് പൊടിയാക്കിയില്ലേ, പപ്പടം പോലെ പൊടിഞ്ഞു പോയില്ലേ. ഇന്ത്യയുടെ ആകാശങ്ങളിൽ വാണത് മുഴുവൻ ആൻറ്റി ബാലിസ്റ്റിക് മിസൈൽ സംവിധാനങ്ങളാണ്. ആൻറ്റി മിസൈൽ സംവിധാനങ്ങൾ, സാം മിസൈലുകൾ, സർഫസ് ടു എയർ മിസൈലുകൾ, ഇതിൻ്റെ അപ്പം ഡിഫൻസീവ് കേപ്പബിലിറ്റി ഇന്ത്യ ഭംഗിയായി നമ്മുടെ വ്യോമ മേഖല അല്ലെങ്കിൽ വ്യോമ പ്രതിരോധ സംവിധാനം ഒന്നാം തരമായി പ്രവർത്തിച്ചു. മറുപക്ഷത്തെ ചൈനീസ് നിർമ്മിത, ടർക്കിഷ് നിർമ്മിത ആയുധങ്ങൾ കൊണ്ട് പാകിസ്ഥാൻ്റെ വ്യോമ പ്രതിരോധം അമ്പേ പാളിയിരിക്കുന്നു. ഈ ഒരു കമ്പാരിസൺ ലോകത്തിൻ്റെ മുമ്പിലുണ്ട്. അതൊരു വലിയ മാറ്റമാണ്. അപ്പോൾ ഇതെല്ലാം ഡിസ്പ്ലേ ചെയ്യാനൊരു അവസരമാണ് ഈ ഒരു പോരാട്ടം അല്ലെങ്കിൽ ഈ ഒരു തർക്കം നമുക്ക് പ്രസൻറ്റ് ചെയ്ത് ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ ഒരു അവസരം ലഭിക്കുമ്പോൾ മാത്രമല്ലേ നമുക്കിതിനെ ഷോക്കേസ് ചെയ്യാനും ഡിസ്പ്ലേ ചെയ്യാനും കഴിയൂ. ആ അവസരം ലഭിച്ചു എന്നതാണ് ഇതിൻ്റെ പ്രധാന ടേക്ക് അവേ. സോ വി ഹാവ് ദ വില്ലിങ്നെസ്, വി ഹാവ് ദ എബിലിറ്റി, വി ഹാവ് ദ ഡിറ്റർമിനേഷൻ ടു ഡു ദാറ്റ്. മുൻകാലങ്ങളിൽ നമുക്ക് ഡിറ്റർമിനേഷൻ ഉണ്ടായിരുന്നു, പക്ഷേ അത് ഡിസ്പ്ലേ ചെയ്തില്ല, അത് ആക്ച്വലി പ്രവർത്തിച്ചിട്ടില്ല. ഇപ്പോൾ അത് പ്രവർത്തിച്ച് തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, വീണ്ടും പറയുന്നു, ഭാരതത്തിൻ്റെ നയം മാറിയിരിക്കുന്നു, പ്രതിരോധ പോളിസി മാറിയിരിക്കുന്നു. നമ്മുടെ വിദേശ നയത്തിൽ പക്ഷേ മാറ്റമുണ്ടായിട്ടില്ല. ബൈലാറ്ററലിസം എന്ന വിദേശ നയം അതുപോലെ തന്നെ. പക്ഷേ പാകിസ്ഥാനോടുള്ള അല്ലെങ്കിൽ തീവ്രവാദത്തോടുള്ള സീറോ ടോളറൻസ് ടു ടെറർ, അതിനെ യുദ്ധമായിട്ട് ഇനിയും കാണും. അത് വലിയൊരു മാറ്റമാണ്. ഇനി തീവ്രവാദാക്രമണമായിട്ടല്ല, യുദ്ധമായിട്ട് കാണും, യുദ്ധമായിട്ട് തന്നെ തിരിച്ചു ചെല്ലും. അതുകൊണ്ടാണ് ഒരു വെടിയുണ്ട വരുമ്പോൾ ഒരു പീരങ്കിയുണ്ട തിരിച്ചു ചെല്ലും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അത് തന്നെയാണ്. ദിസ് ഈസ് ദ മെസ്സേജ് ദാറ്റ്
India has given to the world. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്, അതായത് നീതി, നിയമം, അതുപോലെ സൈനിക ക്ഷമത, ഇതിൻ്റെ ത്രിവേണി സംഗമമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന്. വക്കീലെ, പണ്ട് ലോക പോലീസ് ആയിരുന്നു അമേരിക്ക അല്ലേ? നമ്മുടെ DGP റാങ്കിൽ അമേരിക്കയെ വെക്കാം. പക്ഷേ ഇന്ന് ഒരു സിവിൽ പോലീസ് ഓഫീസർ പോലുമല്ല അമേരിക്ക. മാത്രമല്ല, ഈ ഡൊണാൾഡ് ട്രംപ് ഒരു വിടുവായനാണെന്ന് അറിയാത്തവരാണോ കോൺഗ്രസ് നേതാക്കന്മാർ? അപ്പോൾ നരേന്ദ്രമോദിയെ അടിക്കാൻ ഒരായുധം കിട്ടി. ഇപ്പോഴെങ്കിലും ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി ഇതിലൊരു മൂന്നാം കക്ഷി ഇല്ല എന്ന്, വെടിനിർത്തലിൽ മൂന്നാം കക്ഷി ഇല്ല എന്ന് വ്യക്തമാക്കി. മാത്രമല്ല, നമ്മുടെ DGMOs അവരും കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്, വിദേശകാര്യ സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുണ്ട്, വിദേശകാര്യ വക്താവ് വ്യക്തമാക്കിയിട്ടുണ്ട്. ബാഹ്യ ഇടപെടലൊന്നും ഉണ്ടായിട്ടില്ല, സമ്മർദ്ദവും ഉണ്ടായിട്ടില്ല എന്ന്. പക്ഷേ ഇപ്പോഴും കോൺഗ്രസ്സിന് അതങ്ങോട്ട് വിശ്വസിക്കാൻ വലിയ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. അല്ലേ, മുമ്പ് വാജ്പേയി ജീവിച്ചിരിക്കുമ്പോൾ, അയാൾ വളരെ ചെറുപ്പക്കാരന് യുവാവായിരുന്ന കാലഘട്ടത്തിൽ യുദ്ധത്തിന് ശേഷം ആദ്യമായി, കാരണം അന്ന് വേറൊരു MP-മാര് ധൈര്യപ്പെടാത്ത ഒരു കാര്യമാണ്, അദ്ദേഹം പറഞ്ഞു പാർലമെന്റ് വിളിച്ചു കൂട്ടണം, പ്രധാനമന്ത്രി പാർലമെന്റിൽ സംസാരിക്കണം, ഞങ്ങൾക്ക് ഈ കാര്യത്തെക്കുറിച്ച് ചില സംശയങ്ങളുണ്ട്, അതിനുള്ള മറുപടി പ്രധാനമന്ത്രി പറയണം എന്ന് അന്ന് വാജ്പേയി, അദ്ദേഹത്തിന് 35-36 വയസ്സുള്ള കാലഘട്ടത്തിലാണ് അന്ന് അദ്ദേഹം പറഞ്ഞത്. ഞങ്ങളിപ്പോൾ പറയുന്നു ചില കാര്യങ്ങളെ കുറിച്ചുള്ള ഞങ്ങളുടെ സംശയം, അതിന് പ്രധാനമന്ത്രി പാർലമെന്റിൽ മറുപടി പറയണം. അത് വിദേശകാര്യ സെക്രട്ടറിയോ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസോ പറഞ്ഞാൽ പോരാ, അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയണം. അത് എന്തുകൊണ്ട് പറയണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 10-ാം തീയതി അമേരിക്കൻ പ്രസിഡന്റിന്റെ ഒരു ട്വീറ്റ് നമ്മളെല്ലാവരും കണ്ടതാണ്. എന്താ അദ്ദേഹം പറഞ്ഞത്? ആഫ്റ്റർ എ ലോങ് നൈറ്റ് ഓഫ് ടോക്സ് മീഡിയേറ്റഡ് ബൈ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഐ എം പ്ലീസ്ഡ് ടു അനൗൺസ് ദാറ്റ് India and Pakistan have agreed to a full and immediate ceasefire. ഇതാണ് അദ്ദേഹത്തിന്റെ ട്വീറ്റ്. നമുക്ക് ചില ചരിത്ര പശ്ചാത്തലങ്ങളുണ്ട്. ആ ചരിത്ര പശ്ചാത്തലങ്ങളെ നമുക്ക് മനസ്സിലാക്കണല്ലോ. ഇന്ത്യ ആദ്യമായിട്ടുള്ള ഒരു യുദ്ധത്തിൽ ഏർപ്പെടുന്നത്, ആ യുദ്ധത്തിലെല്ലാം ഏർപ്പെടുമ്പോൾ ഇന്ത്യ ഒരു പരമാധികാര രാഷ്ട്രം എന്ന നിലയിൽ നമ്മൾ ജയിച്ച യുദ്ധത്തിലൊക്കെ നമ്മളാണ് സീസ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നമ്മൾ തോറ്റ 62-ലെ യുദ്ധത്തിൽ അന്ന് ചൈനയാണ് സീസ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഞാൻ പഴയൊരു ചരിത്രം ഓർമ്മപ്പെടുത്തുന്നു. അത് ഒരു ചരിത്രത്തിന്റെ ഭാഗമായി ഒരു എന്താ പറയുക, നമ്മളൊരു അക്കാദമിക് ഇൻട്രസ്റ്റ് ഉള്ള ചർച്ച ചെയ്യുമ്പോൾ 1962-ലെ യുദ്ധത്തിൽ ചൈനീസ് ഇൻവേഷൻ വന്ന് അസാമിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം അവർ പിടിച്ചെടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം, ദിസ്പൂർ വരെ അവരുടെ സൈന്യം എത്തുന്ന ഘട്ടത്തിലാണ് നെഹ്റു വന്ന് ഒരാളോടും ചോദിക്കാതെ, ക്യാബിനറ്റിലെ അംഗങ്ങളുമായിട്ട് ചർച്ച ചെയ്തില്ല, VK കൃഷ്ണമേനോൻ ഡിഫൻസ് മിനിസ്റ്ററുമായിട്ട് ചർച്ച ചെയ്യില്ല, അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ അഡ്വൈസേഴ്സ്, ഡിഫൻസ് അഡ്വൈസേഴ്സ്, ഇവരാരുമായി ചർച്ച ചെയ്യാതെ അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ജോൺ എഫ് കെന്നഡിക്ക് കത്തെഴുതുന്നു. അദ്ദേഹം പറഞ്ഞത്, എന്റെ രാജ്യത്തിന്റെ നിലനിൽപ്പ് അപകടത്തിലാണ്, ഇപ്പോ എനിക്ക് നിങ്ങളുടെയും സഹായം വേണം. അതിൽ അദ്ദേഹം പക്ഷമോ ചേരിയോ ഒന്നും നോക്കിയില്ല. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ കൈവശത്തിൽ ഇപ്പോഴുള്ള ഏറ്റവും മുന്തിയ ഇനം വിമാനങ്ങൾ ഫൈറ്റർ 104, എനിക്ക് 12 സ്ക്വാഡ്രൺ ആവശ്യമുണ്ട്. അതോടൊപ്പം നിങ്ങളുടെ കയ്യിലുള്ള ബോംബർ വിമാനങ്ങൾ, അതിന്റെ പേര് B-57, ആ B-57ന്റെ സഹായം എനിക്ക് ആവശ്യം, അതിന്റെ പൈലറ്റുകളെയും നിങ്ങൾ വിട്ടുതരണം എന്നുള്ളതാണ്. നെഹ്റു അങ്ങനെ ഒരു തീരുമാനമെടുത്തത് തെറ്റായി പോയി എന്നൊക്കെ പിന്നീട് ചരിത്രകാരന്മാർ പറയുന്നു. പക്ഷെ നെഹ്റു പറഞ്ഞത്, അന്നത്തെ സാഹചര്യത്തിൽ എന്റെ രാജ്യത്തെ സംരക്ഷിക്കാനുള്ള എന്റെ നിലപാടിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ആ തീരുമാനമെടുത്തത്. ഞാൻ പറഞ്ഞത്, അന്നും സീസ് ഫയർ പ്രഖ്യാപിച്ചത് ബീജിംഗിൽ നിന്നാണ്, അല്ലെ പഴയ പീക്കിംഗിൽ നിന്നാണ്. അവരാണ് സീസ് ഫയർ പ്രഖ്യാപിച്ചത്. 1965-ലെ യുദ്ധത്തിലും സീസ് ഫയർ പ്രഖ്യാപിക്കുന്നത് ഇന്ത്യ ഗവൺമെന്റാണ്. പിന്നീട് താഷ്കന്റിൽ ചർച്ച നടക്കുകയും നമ്മൾ താഷ്കന്റ് കരാർ ഒപ്പുവെച്ചു എന്നുള്ളതൊക്കെ ശരിയാണ്. 71-ലെ സ്ഥിതിവിശേഷവും അത് തന്നെയാണ്. 71-ൽ നമ്പ്യാരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് എത്രയോ ഭയാനകമായ സ്ഥിതിവിശേഷമാണ്. റിച്ചാർഡ് നിക്സണും ഹെൻറി കിസിഞ്ചറും ചേർന്ന് ഈ രാജ്യത്തെ തകർക്കാനായി ചെയ്യാവുന്ന മുഴുവൻ സഹായങ്ങളും, പാറ്റൻ ടാങ്കുകളുടെ ഒരു ശൃംഖല തന്നെ, അവസാനം അമേരിക്കയുടെ 7-ാം കപ്പൽപ്പട ഇന്ത്യയെ ഏത് രീതിയിലും വരിഞ്ഞു മുറുക്കുന്ന ഒരു ഘട്ടത്തിൽ അവർ പ്രവർത്തിക്കുന്നു. കിസിഞ്ചർ പാകിസ്ഥാനിൽ വന്നിട്ട് നേരെ പോകുന്നത് ചൈനയിലേക്കാണ്. അപ്പൊ ഇവരെല്ലാവരും കൂടി ഇന്ത്യയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ആ 1971-ൽ പോലും ഇന്ദിരാഗാന്ധി സധൈര്യം അന്നത്തെ അമേരിക്കക്കാരനോട്
നല്ല വാക്കുകൾ പറഞ്ഞ്, അതായത് നല്ല ഉറച്ച വാക്കുകളോടെ നിങ്ങളുടെ കപ്പൽപ്പട വരുവോ വരാതിരിക്കുകയോ ചെയ്യാം, പക്ഷെ പോണം എന്ന് ഞങ്ങൾ തീരുമാനിക്കും. അതായിരുന്നു നമ്പ്യാരെ ഇന്ത്യയുടെ പ്രസിഡന്റ്, ഇന്ത്യയുടെ ചരിത്രം അതാണ്. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നു 7-ാം തീയതി യുദ്ധം പ്രഖ്യാപിക്കുന്നു, 10-ാം തീയതി ആയപ്പോഴേക്കും അമേരിക്കൻ പ്രസിഡന്റ്, അയാളുടെ സ്വഭാവം എന്തുമാകട്ടെ, ലോക പോലീസോ ലോക DGPയോ എന്തുമാകട്ടെ, എന്ത് സാഹചര്യത്തിൽ അമേരിക്കയുടെ പ്രസിഡന്റ് അങ്ങനെ ഒരു സീസ് ഫയർ പ്രഖ്യാപനം, ഇന്ത്യ ഒരു പരമാധികാര രാഷ്ട്രം, ഇവിടെ മോഹൻ വർഗീസ് സാർ പറഞ്ഞല്ലോ, നമ്മൾ സിംല കരാറിൽ പറഞ്ഞിരിക്കുന്നത് എന്താ, ഒള്ളി ബൈലേറ്ററൽ, നമ്മളും പാകിസ്ഥാനും മാത്രം. ഞാനും നമ്പ്യാരും സംസാരിക്കുന്നിടത്ത് മോഹൻ സാർ വേണ്ട, മോഹൻ സാറും നമ്പ്യാരും സംസാരിക്കുന്നിടത്ത് ഞാൻ വേണ്ട, നിങ്ങൾ മാത്രം മതി, അതാ ബൈലേറ്ററൽ അഗ്രിമെന്റ്. ഇവിടെ ഇപ്പൊ അയാൾ വേറൊരു കാര്യം കൂടി പറഞ്ഞിരിക്കുന്നു, അത് നമ്മളെ കൂടുതൽ ഉത്കണ്ഠപ്പെടുത്തുന്ന, അതാ ഞങ്ങൾ പാർലമെന്റിൽ ചോദ്യം ചെയ്യുന്നു സംസാരിക്കണം എന്ന് പറഞ്ഞത്. പാകിസ്ഥാനുമായിട്ടുള്ള പ്രശ്നം ഞാൻ ഭാവി ദിവസങ്ങളിൽ ചർച്ച ചെയ്ത് ഇന്ത്യയുമായിട്ട് ചർച്ച ചെയ്യും. ആരാണ് അതിനുള്ള അധികാരം കൊടുത്തത്, ആരാണ് അതിന് വശപ്പെട്ടത്, അത് പാർലമെന്റിൽ അതിന്റെ മറുപടി പറയണമെന്നേ. ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ റൂൾ ഔട്ട് ചെയ്തു ഇന്ന് പ്രധാനമന്ത്രി. ഇല്ല, പ്രധാനമന്ത്രി പറഞ്ഞിട്ടില്ല. വിദേശകാര്യ സെക്രട്ടറിയെ പറഞ്ഞുള്ളൂ. പ്രധാനമന്ത്രി ഇന്നലെ ദീർഘമായ പ്രസംഗം നടത്തിയപ്പോൾ ഞാനും മോഹൻ വർഗീസ് സാറും ഇവിടെ ഇരിക്കുന്ന ബ്രിഗേഡിയർ സാബും എല്ലാം നമ്മൾ കേട്ടോണ്ടിരുന്നു. നമ്മൾ വിചാരിച്ചത് എന്താ, ഈ കാര്യത്തെക്കുറിച്ച് മറുപടി. 2 ചെറിയ കാര്യം കൂടെ ഞാൻ ചോദിക്കുന്നു, 2 ചെറിയ കാര്യം കൂടെ എന്നെ വിയോജിക്കാൻ അനുവദിക്കും നമ്പ്യാരെ. ഒന്ന്, 26 ആളുകളെ കൊല ചെയ്ത ഭീകരരുടെ എണ്ണം 6 എന്ന് പറയുന്നു, 12 എന്ന് പറയുന്നു, എത്രയും ആകട്ടെ, ഒരാളെയും പിടിച്ചിട്ടില്ല. ഏപ്രിൽ 22 നടന്ന സംഭവമാണ്. ഇന്ന് 12-ാം തീയതി നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒരാളെയും പിടിച്ചിട്ടില്ല. വിട്ടവന്റെ എന്താ പറഞ്ഞ പവർ ഹൗസ് ഒക്കെ നമ്മൾ തകർത്തു, ഒരാളെയും നമ്മൾ പിടിച്ചിട്ടില്ല എന്നുള്ളതാണ്. എവിടെ പോയി ഒളിച്ചിരിക്കുന്നു ഇവര്, മറുപടി ഉണ്ടാകേണ്ടതില്ലേ? 2, ഒരു BSFന്റെ സാധു ജവാൻ ഹെഡ് കോൺസ്റ്റബിള്, അദ്ദേഹത്തെ പിടിച്ചിട്ട് ദിവസം എത്രയായി? ഒരു യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ, അദ്ദേഹത്തെ തടവുകാരനാക്കിയിരിക്കുന്നു. ഇവിടെ സീസ് ഫയർ പ്രഖ്യാപിക്കുമ്പോൾ ആ സാധുവിന്റെ, ആ മനുഷ്യൻ എവിടെയുണ്ട് എന്നറിയാൻ ഈ രാജ്യത്തെ പൗരന്മാർക്ക് അവകാശമില്ലേ? ഞങ്ങൾ ഈ ചോദ്യം ചോദിക്കും. ഇനി കുൽഭൂഷൺ യാദവ് എന്ന് പറയുന്ന നമ്മുടെ ഒരു നേവി കമ്മോഡറിനെ ഇറാന്റെയും പാകിസ്ഥാന്റെ അങ്ങേയറ്റത്ത് മുകളിലുള്ള അതിർത്തി ഉണ്ടല്ലോ, അവിടുത്തെ തുറമുഖത്തു നിന്നാണ് പിടിച്ചുകൊണ്ട് പോയത്. അയാളെ എന്താ പറഞ്ഞ ഇന്ത്യയുടെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിന്റെ ചാരനാണെന്നൊക്കെ പറഞ്ഞാണ് വിചാരണ ചെയ്തത്. ഹേഗിലെ ലോക കോടതിയിൽ ഹരീഷ് സാൽവെ പോയി വാദങ്ങൾ നടത്തി. ഇപ്പോഴും അദ്ദേഹം പാകിസ്ഥാന്റെ കസ്റ്റഡിയിലാണ്. നമ്മുടെ മുൻ നേവിയുടെ കമ്മോഡർ ആയിരുന്ന കുൽഭൂഷൺ യാദവിനെ നമുക്ക് മോചിപ്പിക്കണ്ടേ? നമ്മുടെ BSFന്റെ ഹെഡ് കോൺസ്റ്റബിളിനെ പിടിച്ചോണ്ട് പോയിരിക്കുന്നു. നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച വേണ്ടേ? നമ്മുടെ 26 ആളുകളെ ഒരു നേപ്പാളി സഹോദരനെയും കൊല ചെയ്ത ഭീകരർ അവരെവിടെയുണ്ട്? ഈ കാര്യങ്ങൾ ഒറ്റയടിക്ക് വേണോ? ഏതിനാ പ്രയോറിറ്റി കൊടുക്കേണ്ടത്? അല്ല, ഞങ്ങൾ പറയുന്നത് ഈ കാര്യങ്ങൾ പാർലമെന്റിൽ ഞങ്ങൾ ചോദിക്കുമ്പോൾ, കോൺഗ്രസ് ചോദിക്കുമ്പോൾ വ്യാപാര കരാർ പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരിക്കണം കേട്ടോ. വ്യാപാര കരാർ ഇന്ത്യയും പാകിസ്ഥാനെയും ഞങ്ങൾ അമേരിക്കയുമായിട്ടുള്ള വ്യാപാര കരാർ പ്രഖ്യാപിച്ച് വിരട്ടി എന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് പറയുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യൻ പാർലമെന്റിൽ അത് പറയണം. നമ്മളെ വിരട്ടാനൊന്നും അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ടില്ല എന്ന് അത് എവിടെ പറയണം? രാജ്യത്തിന്റെ പരമോന്നത സഭ, പാർലമെന്റ് ഈസ് ദ സുപ്രീം, ആ പാർലമെന്റിൽ പറയണം. അതാ കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഞങ്ങൾ വേറൊരു എന്താ പറഞ്ഞ കുഴപ്പങ്ങളും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഇത് ജനാധിപത്യപരമായ രീതിയിൽ ചർച്ച ചെയ്യണം. കാരണം ജനങ്ങൾക്കറിയാനുള്ള അവകാശമുണ്ട്, അത് ചർച്ച ചെയ്യണം. അതിനാണ് പാർലമെന്റ് സമ്മേളനം വിളിക്കണം എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത്. ശ്രീ നമ്പ്യ, ഞങ്ങളെ വിയോജിക്കാൻ ആ കാര്യത്തിൽ അനുവദിക്കണമെന്നാണ് ഈ ചർച്ചയിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഓക്കെ ബ്രിഗേഡിയർ സർ, എന്തായാലും ഇന്ന് ഓപ്പറേഷൻ കെല്ലറിലൂടെ ലഷ്കർ ഇ തൈബയുടെ കമാൻഡർ, അദ്ദേഹം എന്ന് പറയുന്നില്ല, അയാളാണ് പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ തലച്ചോറ്. അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതായി, ഷാഹിദ് കുട്ടായ് കൊലപ്പെടുത്തിയതായി സേന തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും സ്റ്റിൽ ദ ക്വസ്റ്റ്യൻ റിമെയിൻസ് അൺആൻസേർഡ്. ഈ പഹൽഗാമിലെ ഭീകരവാദികൾ അവർ ഏത് മാളത്തിലാണ് ഒളിച്ച് ഇരിക്കുന്നുണ്ടാവുക? ഓക്കെ, ഭീകരവാദികൾ എവിടെയാണ് ഒളിച്ചിരിക്കാന്നുണ്ടാവുക എന്നൊരു ലെജിറ്റിമേറ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. പക്ഷേ നമ്മൾ അംഗീകരിക്കേണ്ടത്, എനിക്ക് പേഴ്സണലായിട്ട് അറിയാം, അറ്റ്ലീസ്റ്റ് 2 ഒക്കേഷൻസിൽ ഇങ്ങനെ ബീഭത്സമായ ആക്രമണങ്ങളിൽ ഇൻവോൾവ് ആയിട്ടുള്ള എക്സാക്ട് മിലിറ്റൻസ്, അതിലൊരാൾ എനിക്കറിയാവുന്ന ഒരു നാഷണൽ അഫ്ഗാൻ ആണ്. അയാളെ അയാളെ
ഒരു വർഷം കഴിഞ്ഞ് ആ ഇൻസിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞ് 1 വർഷത്തേക്ക് ട്രാക്ക് ചെയ്ത് 1 വർഷം കഴിഞ്ഞ് അയാളെ നശിപ്പിച്ചു എന്നുള്ള കാര്യം ഓൺ റെക്കോർഡ് എനിക്കറിയാവുന്നതാണ്. ഇറ്റ് ഈസ് നോട്ട് പബ്ലിക് ആക്കിയിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ല. ബിക്കോസ് ടെററിസ്റ്റ് വരുന്നത് തന്നെ ഒരു വിസ എടുത്തിട്ടാണ് വരുന്നത്. അവരുടെ വീരസ്വർഗത്തിലേക്ക് പോകാനുള്ള വിസ എടുത്താണ് വരുന്നത്. അവർക്ക് പോകാൻ അനുവദിക്കുകയാണ് ഞങ്ങൾ ചെയ്യാറുള്ളത്. പക്ഷേ അറ്റ്ലീസ്റ്റ് 2 ഒക്കേഷൻസ് എനിക്കറിയാം പേഴ്സണലി ഇങ്ങനെ സമയമെടുത്താണ് ചോദിക്കുന്നത്. ഇതൊന്നും ഓട്ടോമാറ്റിക്കായിട്ട് ഒരാഴ്ച കൊണ്ട് തീർക്കാവുന്ന കാര്യങ്ങളൊന്നുമല്ല. അത് ഇവിടെ ഉള്ളവർക്കെല്ലാം, ഈ പാനലിലുള്ളവർക്ക് എല്ലാവർക്കും, ഈ പ്രാക്ടിക്കലായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുള്ളവർക്കും അല്ലെങ്കിൽ അടുത്ത് പെരുമാറിയിട്ടുള്ളവർക്കും അറിയാവുന്നതാണ്. ഒരു ടെററിസ്റ്റ് ഒരു ആക്ടിവിറ്റി ചെയ്തതെന്ന് വെച്ച് ഇമ്മീഡിയറ്റ്ലി അയാളെ പിടിക്കാനോ നശിപ്പിക്കാനോ കഴിയണമെന്നില്ല. അത് സമയമെടുക്കും. ആ സമയത്ത് നമുക്ക് അനുവദിക്കണം. അത് ഈ സിന്ദൂറുമായിട്ട് ആക്ച്വലി അവരെ പിടിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ എഫക്റ്റീവ്നെസ്സും ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഗുണദോഷങ്ങളുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തതെന്നാണ് എൻ്റെ റിക്വസ്റ്റ്. രണ്ടാമത്തെ കാര്യം, ഞാൻ അഡ്വക്കേറ്റ് സേനാപതി വേണു പറഞ്ഞതിനോട് എനിക്ക് ചെറിയ 2 ഇഷ്യൂസ് വരണം. ഒന്ന്, ഈ ടെററിസ്റ്റിനെ പിടിക്കുന്നത് നമുക്ക് ആക്ച്വലി ടൈം ലൈൻ വെക്കാൻ പറ്റില്ല. രണ്ടാമത്, BSF ജവാൻ്റെ ക്യാപ്ചർ ആണെങ്കിൽ തന്നെയും റിപ്ലൈ ആയിട്ട് തന്നെ ഓൾമോസ്റ്റ് റിപ്ലൈ ചെയ്തത് ഒരു പാകിസ്ഥാൻ ബോർഡർ ഗാർഡ്സ് ഒരാളെ നമ്മളുടെ ക്യാപ്ചറിലുണ്ടെന്നും എവിടെയോ മീഡിയയിൽ തന്നെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണെങ്കിൽ തന്നെയാണ് ഇമ്മീഡിയറ്റ്ലി ഈ യുദ്ധം അല്ലെങ്കിൽ സീസ്ഫയർ ആകുന്നതിന് മുമ്പേ നമ്മൾ ഇത് ട്രേഡ് ചെയ്യുകയോ ഇത് സ്റ്റേറ്റ്മെൻറ്റോ ചെയ്യാൻ ഒക്കില്ല. അത് സമയമെടുക്കും. അതിനൊരു പ്രോസസ്സുണ്ട്. ആ പ്രോസസ്സ് കഴിഞ്ഞിട്ട് അത് ചെയ്യാൻ ഒക്കുള്ളൂ. ചെയ്യുന്നതാണെങ്കിലും നമ്മൾ ഇത്തിരി ക്ഷമിക്കണം എന്നാണ് എൻ്റെ പക്ഷം. കുൽഭൂഷൺ ജാദവ് ഈസ് എ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് കേസ്. അത് വേറൊരു കാര്യമാണ്. അത് അതിന് പ്രോസസ്സാണ്. കുറേ നാളെടുക്കും. അതിന് വേറെ പ്രഷേഴ്സാണ് വരുന്നത്. സീസ് ഫയർ ഇത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ, വേറൊരു രാജ്യം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും പ്രധാനമന്ത്രി പാർലമെൻറ്റിൽ തന്നെ പറയേണ്ടതാണ്. അത് പറയുന്നത് ഇൻഫാക്റ്റ് അതൊരു വളരെ ഡെമോക്രാറ്റിക് ആഗ്രഹമാണ്, ആവശ്യമാണ്, രാഷ്ട്രത്തിനോട് പറയേണ്ട കാര്യവുമാണ്. അതിലാണെങ്കിലും പക്ഷേ എൻ്റെ പേഴ്സണൽ റിക്വസ്റ്റ് എന്നോട് പറയുകയാണെങ്കിൽ ചെയ്യേണ്ടത് സിന്ദൂർ കഴിഞ്ഞു എന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഈ ഷോപ്പിയാനിൽ ഇദ്ദേഹത്തെ ഈ ടെററിസ്റ്റിനെ കൊന്നിട്ടുണ്ടെങ്കിൽ അതിന് റിപ്ലൈ യുദ്ധകാലമാണെന്നാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. നമ്മുടെ നാട്ടിൽ ടെററിസം ഉണ്ടെങ്കിൽ ടെററിസ്റ്റ് ആക്ടിവിറ്റി ചെയ്താൽ അതിന് ഞങ്ങൾ യുദ്ധമായിട്ട് കണക്കാക്കുമെന്നും അതിന് ഞങ്ങൾ റെസ്പോണ്ട് ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അത് റെസ്പോണ്ട് ചെയ്യണം. അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ട സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാം. പിന്നെ നമുക്ക് എന്താണെന്നുള്ള കാര്യം ഇത് പറയാം. അത് ലെജിറ്റിമേറ്റാണ്, അത് ചെയ്യേണ്ട കാര്യമാണ്. ഇൻഫാക്ട് BJP അല്ലെങ്കിൽ നേതാക്കൾ, അല്ലെങ്കിൽ രാഷ്ട്രം നയിക്കുന്ന നേതാക്കൾ, പാർലമെൻ്ററി അഫയേഴ്സ് ആരാന്ന് ഹാൻഡിൽ ചെയ്യുന്നത് വെച്ചാലും ഇതൊരു കോർഡിനേഷൻ ഉണ്ടാക്കി അക്രോസ് പാർട്ടി ലൈൻസ് ചില കാര്യങ്ങളായിട്ട് ചില നേതാക്കളെ കോൺഫിഡൻസിലെടുത്ത് ഇൻഫാക്ട് ഒഫീഷ്യൽ സീക്രട്സ് ആക്ട് വേണമെങ്കിൽ കൊടുത്തിട്ട് ചില കാര്യങ്ങളും പറഞ്ഞ് ബ്രീഫ് ചെയ്യുന്നത് നല്ലതാണെന്നാണ് എൻ്റെ പക്ഷം. അത് ചെയ്യേണ്ടതുമാണ്. ഓക്കെ, മോഹൻ സാർ, നേരത്തെ സേനാപതി വേണു ദാവൂദ് ഇബ്രാഹിമിനെ കൂടി ഒന്ന് കൊന്നു തരണമെന്ന് പറയുകയുണ്ടായി. ഞാൻ മനസ്സിലാക്കുന്നത് പണ്ട് ദാവൂദ് ഇബ്രാഹിമിനെ കൊല്ലാൻ നമ്മുടെ റോ തയ്യാറായിരുന്നു. പക്ഷെ അന്ന് ഇടപെട്ടത്, അത് വേണ്ട എന്ന് പറഞ്ഞത് കോൺഗ്രസിൻ്റെ ഒരു മുൻ നേതാവാണ്. സേനാപതി വേണുവിൻ്റെ ചിരിയിൽ നിന്ന് തന്നെ അറിയാം. പിന്നെ അദ്ദേഹം കോൺഗ്രസ് മാറി, അദ്ദേഹം സ്വന്തമായിട്ടൊരു പാർട്ടി തുടങ്ങി, ശരത് പവാർ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. അപ്പോൾ അത്തരം ശ്രമങ്ങൾ ഇല്ലാതാക്കിയതിൽ കോൺഗ്രസ്സിന് ഒരു പങ്കുണ്ട് എന്ന് സേനാപതി വേണു മനസ്സിലാക്കുക. സാർ നോക്കൂ, അവസാനം അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ, എന്തുകൊണ്ട് ഈ പഹൽഗാം ഭീകരവാദികളെ പിടിച്ചില്ല എന്നുള്ള ഒരു ചോദ്യം. മാത്രമല്ല, ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഇൻ്റർഫിയറൻസ്, ഇടപെടൽ ഇതിലുണ്ടായി, വെടിനിർത്തലിൽ ഉണ്ടായി. അക്കാര്യത്തിൽ എന്തുകൊണ്ടൊരു വ്യക്തത വരുത്തുന്നില്ല? ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് അതിൻ്റെ ഒരു ക്രെഡിറ്റ് അദ്ദേഹം അടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ എങ്ങനെ പ്രതിരോധിക്കണം? പ്രധാനമന്ത്രി പറഞ്ഞു, പക്ഷേ ഇവർക്ക് പാർലമെൻറ്റിൽ തന്നെ വേണം എന്നാണ്. അങ്ങനെ ഒരു പ്രസ്താവന, പരാമർശം വേണം എന്നാണ് പറയുന്നത്. ആ ഒരു പിടിവാശിയുടെ ആവശ്യമുണ്ടോ? ശ്രീ സേനാപതി വേണു പറഞ്ഞ ഒരു ഈ ആവശ്യങ്ങൾ, അത് ജനാധിപത്യ ഭാരതത്തിൻ്റെ
ഒരു ജനാധിപത്യ പ്രതിബദ്ധതയുടെ വിഷയങ്ങൾ തന്നെയാണ്. ആ ഒരു സെൻസിൽ അതിന് ആഴത്തിലുള്ള പരിശോധന ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ്. ആത്യന്തികമായി രാഷ്ട്രീയ നേതൃത്വം ഉത്തരം പറയേണ്ടത് ജനാധിപത്യത്തിന് ശ്രീകോവിലായ പാർലമെൻറ്റിൻ്റെ ഫ്ലോറിൽ നിന്നുകൊണ്ടാണ്. രാജ്യത്തോടായി ടെലിവിഷനിലൂടെ അഭിസംബോധന ചെയ്താലും സൈനിക നേതാക്കൾ DGMO തലത്തിൽ സംസാരമുണ്ടായാലും ആ പ്രഖ്യാപനമുണ്ടായാലും you want to hear it from the horse's mouth, and the horse has to speak with the right place to the right people. അപ്പോൾ ആ സെൻസിൽ പിന്നെ അഡ്വക്കേറ്റ് സേനാപതി വേണു പറഞ്ഞ കാര്യത്തോട് എനിക്ക് യോജിപ്പാണ്. പക്ഷേ അതിൻ്റെ കണ്ടന്റ് നോക്കൂ, അതിൻ്റെ സാഹചര്യം നോക്കൂ. ദർ ഇസ് എ ടൈം ഫോർ എവറിഥിങ്. ഈ പിന്നെ ഇതിനൊക്കെ ഒരു സമയമുണ്ട് ദാസ എന്ന ഒരു സിനിമ ഡയലോഗ്, എന്തിനും ഒരു സമയമുണ്ട് ദാസ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് പലതുമുണ്ട്. കാരണം പഹൽഗാം വാസ് എ ട്രിഗർ. ഇതൊരു ട്രിഗറാണ്. 2000 ആണ്ട് മുതൽ അല്ലെ അതിനു മുൻപ് തന്നെ തുടങ്ങിയ ഒരു തീവ്രവാദ ആക്രമണത്തിന് ഒരു പോളിസി ചേഞ്ചിലൂടെ മറുപടി കൊടുക്കുമ്പോൾ, അതുമാത്രമല്ല ഓപ്പറേഷൻ സിന്ദൂർ ഈസ് നോട്ട് എ വൺ ടൈം അഫെയർ, ഇറ്റ് ഇസ് എ കണ്ടിന്യൂയിങ് പ്രോസസ്. തുടരും. ഇത് തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ. ഇന്ത്യ ഇത് ഒരു ദിവസം കൊണ്ട് ദീർഘകാലാടിസ്ഥാനത്തിൽ തുടങ്ങിയ ഭീകരത, അല്ലെങ്കിൽ വളർന്ന് പന്തലിച്ച് പത്തി വിരിച്ച് നിൽക്കുന്ന ഭീകരതയെ ഒരു ദിവസം കൊണ്ടോ ഒരു സർജിക്കൽ ഓപ്പറേഷൻ കൊണ്ടോ അല്ലെങ്കിൽ ബാലാക്കോട്ട് നടത്തിയതുപോലെ ഒരു 1 ഡേ 1 ടൈം സ്ട്രൈക്ക് കൊണ്ട് അവസാനിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് ഇന്ത്യയുടെ പോളിസി. അതാണ് പ്രഖ്യാപിച്ചത്. അത് പ്രഖ്യാപിക്കേണ്ടത് രാഷ്ട്രീയ നേതൃത്വമാണ്. അത് പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനം പാർലമെൻറ്റ് സമ്മേളനം കൂടുമ്പോൾ തീർച്ചയായും ആ പ്രഖ്യാപനം പാർലമെൻറ്റിൽ ഉണ്ടാവില്ല എന്ന് ഞാൻ കരുതുന്നില്ല. അത് രാജ്യത്തോടായി പറഞ്ഞതാണ്. പാർലമെൻറ്റ് അംഗങ്ങളിൽ നിന്ന് മാത്രം അത് മറച്ചു വെക്കേണ്ട കാര്യം പ്രധാനമന്ത്രിക്ക് ഉണ്ടാകും എന്നും ഞാൻ കരുതുന്നില്ല. അല്ല, പാർലമെൻറ്റ് കൂടുമ്പോൾ പക്ഷേ രാഹുൽ ഉണ്ടാവണം, പ്രതിപക്ഷ നേതാവ് ഉണ്ടാകണം, പ്രധാനമന്ത്രി ഉണ്ടാകണം. രണ്ടുപേരും രാജ്യസ്നേഹം തുടിക്കുന്ന വാക്കുകളിൽ ഈ വിഷയം കൂലങ്കഷമായി പറയണം. അതാണ് ഇന്ത്യയുടെ ഒരു ചാരുത, ഇന്ത്യയുടെ ഒരു സൗന്ദര്യം, ഇന്ത്യയുടെ ഒരു സൗരഭ്യം. അതാണ് ജനാധിപത്യത്തിൻ്റെ വിജയം. അത് തീർച്ചയായിട്ടും ഉണ്ടാവണമല്ലോ. ഉണ്ടാവട്ടെ. പാകിസ്ഥാൻ്റെ ജനിതക ഘടനയിൽ തന്നെ ഭീകരവാദം ഉണ്ട്. അതുകൊണ്ട് ഭീകരവാദത്തെ അറുത്ത് മാറ്റിയാൽ പാകിസ്ഥാൻ ഇല്ലാതാകും. ഒരുപക്ഷേ സർവനാശത്തിലേക്കുള്ള വഴി സ്വയം തുറക്കുകയായിരിക്കും പാകിസ്ഥാൻ. ജന ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദിയൊപ്പം പ്രേക്ഷകർക്കും.